الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين سيدنا ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബിദായത്തുൽ ഹിദായ എന്ന കിതാബാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൻ്റെ ഒന്നാമത്തെ വിഭാഗം ഇബാദാത്തുകളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ആദാബുകളും എല്ലാം. അതിൻ്റെ രണ്ടാമത്തെ വിഭാഗം ദോഷങ്ങളെ വർജിക്കുക എന്നതാണ്. ദോഷങ്ങൾ രണ്ട് തരത്തിലാക്കി. ഒന്ന് ബാഹ്യമായ അംഗങ്ങൾ, ഏതൊക്കെ? രണ്ട് കണ്ണിങ്ങനെ മതി, കണ്ണ്, നാവ്, കാത്, പിന്നെ കൈകാലുകൾ, കൈയും കാലും വേറെ വേറെ, ബാത്തന്, ഫർജ്, 7 അംഗങ്ങളായി. അതുകൊണ്ടുണ്ടാകുന്ന എന്തെല്ലാം ദോഷങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും അതിൻ്റെ കുഴപ്പങ്ങളും അതിനെ ശ്രദ്ധിക്കേണ്ടെന്ന അനിവാര്യതയും പറഞ്ഞു. ഇനി ഈ കൈകാലുകളും നാവും എല്ലാം നിയന്ത്രിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? കൽബിൻ്റെ ഉള്ളിൽ ശരിയാണ്. അതിൽ നിന്നാണല്ലോ, കേന്ദ്രത്തിൽ നിന്നാണല്ലോ പുറത്തേക്ക് വരുന്നത്. അപ്പം കൽബ് കൊണ്ടുള്ള ദോഷങ്ങളാണ് അതിൻ്റെ രണ്ടാം വിഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഫന്ന്. അതാണ് അൽ ഖൗലു ഫി മആസിൽ ഖൽബി, മനസ്സുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് ആയിരക്കണക്കിനുണ്ട്. പക്ഷേ ഈ കാലത്ത് കൂടുതലായി ഉള്ളതും ഏറ്റവും കുഴപ്പത്തിന് കാരണമാകുന്നതുമായ ദോഷങ്ങളെ ഒപ്പം സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തീരൂല. അതാ ഇഅ്ലം അന്ന സിഫാത്തിൽ മദ്മൂമത ഫിൽ ഖൽബി കസീറത്തുൻ, ചീത്തയായ സ്വഭാവങ്ങൾ, അതായത് അതിൻ്റെ സിഫാത്തുകൾ കൽബിന് ധാരാളമുണ്ട്. വ തരീഖു തത്ഹീറുൽ ഖൽബി മിൻ റദാഇലിഹാ, കൽബിലുള്ള സിഫാത്തിൻ്റെ മോശങ്ങളെ തൊട്ട് ശുദ്ധിയാക്കാനുള്ള മാർഗം തവീലത്തും നീണ്ടതുമാണ്. ഓരോന്നിനും അതിൻ്റേതായ ചികിത്സ. വസബീലുൽ ഇലാജി ഫിഹാ ഗാമിദുൻ, അതിനെ ചികിത്സിക്കാനുള്ള മാർഗം അധികം ആളുകൾക്കും അറിയാത്തതാണെന്നാണ്. അങ്ങനത്തെ രോഗമേ ഇല്ല എന്നാണ് ഇപ്പം പറയുന്നത്. അങ്ങനത്തെ എന്ത് രോഗം കണ്ടപ്പോൾ ആസ്പത്രിയിൽ പോയി കണ്ട് സ്കാൻ ചെയ്താൽ കാണണ്ടേന്ന് ചോദിക്കുന്നു. അത് സ്കാൻ ചെയ്യണ്ടല്ലോ. ലോകത്ത് നടക്കുന്ന ഫിത്തന ഫസാദിൻ്റെ മുഴുവനും ഉറവിടം അത് തന്നെയാണല്ലോ. പിന്നെ അതിനെ സ്കാനിങ്. വസബീലുള്ളിലാജി ഫിഹ ഗാമിദ് എന്ന് വെച്ചാൽ അധികം പരിചയമില്ല, അത് മൂടിക്കിടക്കുന്നു. വഖദിൻദറസ ബിൽകുല്ലിയത്ത് ഇൽമുഹു വ അമലുഹൂന്ന്, അതിനെപ്പറ്റിയുള്ള അറിവും അതിൻ്റെ ചികിത്സൻ്റെ അമലും ഇന്ന് പറ്റ തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു. ഏത് കാലത്ത്? 1000 കൊല്ലത്തിന് മുമ്പായി പറയുന്നത്. കൃത്യം 1000 കൊല്ലായി. എന്തുകൊണ്ട്? ഗഫലത്തിൽ ഖൽഖി അൻ അൻഫുസിഹിം, മനുഷ്യന്മാർ അവരവരുടെ നഫ്സിനെ തൊട്ട് ഗഫലത്തിലാണ്. എല്ലാ നഫ്സും ഞാൻ നല്ലതെന്നാണ് എല്ലാവരും വിചാരം. ഒറ്റ തീരുമാനം, ഞാൻ നല്ലത്. എന്തായി? അരിളാനിൻ നഫ്സി എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറിനും തുടക്കമൊന്നുമില്ലേ. ഇനി ഒന്നും ദോഷമില്ലേ എന്നാൽ തന്നെ ഞാൻ നല്ലതാണ് എന്ന തോന്നൽ തന്നെ എല്ലാ ദോഷത്തിനും പകരമായി എന്ന് പറഞ്ഞു. വസ്തിഗാലിഹിം ബിസഖാരിഫി ദുനിയ, ദുന്യാവ് അലങ്കരിക്കൽ കൊണ്ട് ഓറന്താക്കി മുഴുവൻ സമയവും ചിലവാക്കപ്പെട്ടു പോയി. ഇനി വഖദിസ്തഖസൈനാ ദാലിക, അതും ഞാൻ തീർത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. എവിടെ? ചികിത്സയും മറ്റൊക്കെ. ഫീ കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ. എവിടെ? ഫീ റുബുൽ മുഹ്ലിക്കാത്തി വ റുബുൽ മുൻജിയാത്ത്. എന്നുവെച്ചാൽ ഇഹ്യാ ഉലൂമുദ്ദീൻ ഒട്ടാകെ 40 കിതാബാണ്, ഓരോന്നിനും 10. അപ്പോൾ ആദ്യത്തിന് റുബുൽ ഇബാദാത്ത്, ഇൽമ്, ഈമാന്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെ തുടങ്ങിയിട്ട്. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ആദാത്ത്. ആദാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ വിശ്വാസമുള്ള ആളും തീരെ മതമില്ലാത്ത ആരും ഈ ലോകത്ത് വെച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആദാത്ത് എന്ന് പറയും. തിന്നൽ, കുടിക്കൽ, സഫർ ചെയ്യൽ, വിവാഹബന്ധം, കച്ചവടം, ഇതൊക്കെ ആരും മതവിശ്വാസിയുടെ ഒരു പ്രത്യേകതയല്ലല്ലോ. പക്ഷെ അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ കുറ്റമറ്റതാക്കാനും അത് അള്ളാഹിനോടൊക്കെ കൂലി കിട്ടപ്പെടുന്നതാക്കാനും ആവശ്യമായ ആദാത്ത്. അപ്പോൾ ആദാത്തിനെ ശുദ്ധീകരിച്ചെടുക്കലാണ്. ഇബാദാത്ത് മതവിശ്വാസിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ വിഭാഗം എന്താണ്? അല്ല, മുഹലിക്കാത്ത്. മുഹലിക്കാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇഹത്തിലും പരത്തിലും ഹലാക്കാക്കി കളയുന്ന ദുസ്വഭാവങ്ങളുടെ പട്ടിക നിർത്തും. അതിൻ്റേതായ അടയാളങ്ങൾ അതുണ്ടോ എന്നറിയാൻ, ഇല്ലാന്നാരെങ്കിലും അതിച്ചാൽ ഉണ്ടെന്ന് അവിടുത്തെ വ്യക്തമായ തെളിവ് വേണം. ഇനി അതിൽ നിന്ന് മോചനം നേടാനുള്ള മുൻജിയാത്താണ് ഏതിൽ? 4ാം വിഭാഗത്തിൽ. അപ്പോൾ ഓരോന്നിനും 10 കിതാബ് അടക്കത്തിലായി 40 കിതാബാണ്. അതാ പറഞ്ഞത്
റുബുൽ മുഹലിക്കാത്തിൽ എന്ത് പറയും, ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് പറയും. മൂന്നാമത്തെ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ മുൻജിയാത്തിലും പറയും. വലാക്കിന്ന എങ്കിലും നുഹദിറുൽ ആന സലാസൻ, നമ്മളിപ്പോൾ കൂടുതൽ താക്കീതായി പറയുന്നത് 3 പറയുന്നുള്ളൂ എന്ന് പറയും. ആ 3 കൊണ്ട് എന്താ തൽക്കാലം ഇന്നത്തെ സാഹചര്യം രക്ഷപ്പെടും. അതാ മിൻ ഖബായിസിൽ കൽബി, കൽബിൻ്റെ ചീത്തകളാൽ. അതാണ് ഹിയൽ ഗാലിബത്തു അല മുതഫഖിഹത്തിൽ അസ്ർ. ഈ കാലഘട്ടത്തിൽ ഇൽമ പഠിക്കുന്ന ആളുകൾക്ക് വരെയും ഗാലിബ് ഈ 3 ഉണ്ട്. ഇൽമ പഠിക്കുന്നു, കോട്ട് വാങ്ങുന്നു, കോട്ടുന്നല കോട്ടുണ്ട്, ചുവന്ന കോട്ടുണ്ട്, പച്ച കോട്ടുണ്ട്, കറുത്ത കോട്ടുണ്ട്, പല കടലിലെ കോട്ടുകളാണ്. ഒരു കൊല്ലത്തിൽ 12 പേപ്പർ എഴുതിയാൽ 12 കോട്ട് കിട്ടും. ഏതെങ്കിലും സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടാൽ മതി. പക്ഷേ അടുത്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതെന്തിനായി പറയുന്നില്ല, തഹുദ ഹിദറക മിൻഹ, അതിനെ തൊട്ടെന്താകണം നമ്മൾ കോഷൻ എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. കാരണം ഫഇന്നഹ മുഹലിക്കാത്തും ഫി അംഫുസിഹ, അത് അതിൻ്റെ നഫ്സിൽ തന്നെ മുഹലിക്കാന്ന്, മനുഷ്യനെ ഹലാക്കാക്കുന്ന സാധനമാണ്. വഹിയ ഉമ്മഹാത്തുൽ ലിജുംലത്തി മിനൽ ഖബായിസി സിവഹ, മറ്റുള്ള മോശങ്ങൾക്കുള്ള ഉമ്മമാരാണ് ഇത് ഈ പറയുന്ന 3. ഇത് പോയി കിട്ടിയ ബാക്കിയെല്ലാം പോയി. വഹിയ 3 ഇതാ അൽ ഹസദു വദ്ദിയാഉ വല്ലുജുബു. അപ്പോൾ കിബർ അതിലെണ്ണീറ്റില്ല, അതിൽ നിന്ന് കിട്ടും. ഒന്നാമത്തെ ഹസദാണ്. ഹസദ് എന്ന് പറഞ്ഞാൽ എന്താണ്, യകുലുൽ ഹസനാത്തിക്കമാ തഅകുലുൻ നാറുൽ ഹതബ, തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെയാണ്. എന്ത് ഹസനാത്ത് ചെയ്താലും അവർക്ക് ഒന്നിനും ഫലം ഉണ്ടാവില്ല. മുത്തുനബിയല്ലേ പറയുന്നു. അവൻ ധാരാളം ഉറക്കവും ഇബാദത്തെടുത്ത് കുറേ പട്ടിണി കടന്ന് കുറേ അധ്വാനിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എല്ലാം പെണ്ണീരാണ്. പക്ഷേ ഈ ഹസദാകുന്ന തീ, അപ്പോൾ ഹസദിനെ തീയിനോട് വമ്പിച്ചിട്ട് സാലിഹായ അമാലുകളും മറ്റൊക്കെ എന്താക്കി ആ തീയിൽ വെച്ചു കൊടുത്ത വിറകിനോടാണ് വമ്പിച്ചത്. വിറകൊന്നും തിരിച്ചു കിട്ടൂല. അതുപോലെ തന്നെ റിയാ എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്ത മറ്റെന്തിനേയും ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകളാണ്. അതങ്ങോട്ട് പോയാൽ എന്താ ഉണ്ടാകല്, അള്ളാഹ് പറയും. അതിലൊരു ഹദീസ് പറയുന്നുണ്ട്, അള്ളാഹ് പറയും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, നീ ആരാ കളിച്ചാൽ അവിടത്തേക്ക് പോയിട്ട് വായിക്കോ, ഞാൻ എന്തിനായിരുന്നു പോയിക്കോന്നു. എല്ലാം പോയി. ഉജബ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് എന്ന് ആളുകളുണ്ട്, ആൾക്കൂട്ടുണ്ട്, അത് തന്നെ എന്തിനും മതി, അതിനെ വെല്ലാൻ ആരുണ്ട്, ഇതൊക്കെയാണ് ഉജബ്. അപ്പോൾ ഉജബിൻ്റെ മറ്റൊരു വകുപ്പാണ് കിബിർ. പക്ഷെ എന്തുണ്ട്, കിബിർ ഉണ്ടാകണമെങ്കിൽ ഒരു മറുവശം വേണം. അതാ ഫസാലിമാൻ പറയുന്നു. മറ്റൊരു മറുവശമില്ലാതെ കിബിർ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അവനോടാണല്ലോ കിബിർ കാട്ടുന്നത്. മുത്തക്കബ്ബുറുൻ അലൈഹി. ഇപ്പോൾ ഇബ്ലീസിന് കിബിറുണ്ടായിരുന്നു, പക്ഷെ അതിനെ പോയി മറുവശമുണ്ട്, ഉണ്ടായിട്ടില്ല. എന്നാലേ അത് കിബിർ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ഉജബ് എന്ന് പറഞ്ഞാൽ ഇവൻ ഒറ്റയ്ക്ക് അല്ല പഠിച്ചിട്ടുള്ളെങ്കിൽ ഉജബ് ഉണ്ടാവും. കാരണം എൻ്റെ ശരീരം നോക്കണം, മനസ്സിന് നോക്കണം, എൻ്റെ പണം നോക്കണം, എൻ്റെ കെട്ടിടം നോക്കണം. സ്വന്തം നഫ്സിനെ തന്നെ എന്താക്കും, പൊന്തിച്ചിട്ട് വലുതായി കാണല്. അതിനെന്ത് വേണ്ട, അപ്പുറം വർഷം പോകണമെന്നില്ല. അപ്പോൾ ഉജുബുള്ളാക്ക് സ്വാഭാവികമായും കിബിർ ഉണ്ടാകും. അതാ ഫജ്തഹിദ് ഫീ തത്ഹീരി ഖൽബിക മിൻഹ, ഈ പറയപ്പെട്ട 3 തൊട്ട് നിൻ്റെ കൽബ് ശുദ്ധിയാക്കാൻ വേണ്ടി വളരെ അധ്വാനിക്കണം. ഫൈൻ ഖദർത അലൈഹ, അതിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചെന്ന് വെക്കാം. എന്നാൽ ഫതഅല്ലം കൈഫിയത്തൽ ഹദർ മിൻ ബഖിയത്തിഹ, ഇനി ബാക്കിയുള്ളത് വരാതിരിക്കാൻ എന്താക്കണം, ഹദർ ശ്രദ്ധിച്ചോണം. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത്തിനുണ്ട് കഴിഞ്ഞ് 97 ബാക്കിയുണ്ട്. അത് വരാതിരിക്കാൻ എന്താക്കണം, കൂടുതൽ ശ്രദ്ധ വെക്കണം. അത് എവിടെ നിന്ന് കിട്ടും, റുബുൽ മുഹലിക്കാത്തിൽ നിന്ന് കിട്ടും. ഫൈൻ അജസ്ത അൻ ഹാദിഹി, ഈ 3 തൊട്ട് നീ പരാജയപ്പെട്ടാലോ, ഫാൻ ഖൈരിഹ ആജസു, ബാക്കിയുള്ളതിനേക്കാൾ ഉള്ളതിന് ഏറ്റവും വലിയ പരാജയമായിരിക്കും ഉണ്ടാകും. അതേ 30 മതി. ഇനി വലാ തളുന്നന്ന അന്നഹു തസ്ലമു ലക നിയ്യത്തുൻ സാലിഹത്തുൻ ഫീ തഅല്ലുമിൽ ഇൽമി, ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ നിനക്ക് ഒരു സാലിഹായ നിയ്യത്ത് രക്ഷപ്പെട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട, വിചാരിക്കുക പോലും വേണ്ട. എപ്പോൾ വഫീ ഖൽബിക ശൈഉൻ മിനൽ ഹസദി വറിയാഇ വൽഉജബ്, ഈ പറയപ്പെട്ട 3 ഏതെല്ലാം, ഹസദ്, റിയാ, ഉജബ്, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിന്ന് അല്പമെങ്കിലും നിൻ്റെ കൽബിൽ ബാക്കിയുണ്ടെങ്കിൽ ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ ഒരു നിയ്യത്തും സാലിഹ കിട്ടുമെന്ന് വിചാരിക്കേ വേണ്ട. ചെയ്യുന്നുണ്ടാ. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസും മുഹ്ലിക്കാത്തുൻ,
3 കാര്യം മനുഷ്യനെ ഹലാക്കാക്കുന്ന സാധനമാണ്. ഒന്ന് ശുഹും മുത്താഅ്. ശുഹ് എന്ന് പറഞ്ഞാൽ ആ പിശുക്കുന്ന ലുബ്ധത. പക്ഷേ ലുബ്ധത ബഹുലത്തിൽ നഫ്സു ശുഹ എന്ന് അള്ളാഹു പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഊട്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കളയൽ. പക്ഷേ അതിനനുസരിച്ച് വൈപ്പെട്ടു പോയാലാന്ന് കുലുമാലും. ശുഹ് എന്ത് കൽപ്പിക്കുന്നോ അതിനൊന്നും ഭയപ്പെടില്ല. ശുഹ് പറയുന്നത് എന്താണ്? ബഹുലിനാക്കണ കടുപ്പാന്ന്. ബഹുൽ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊടുക്കൂല, അതെനിക്ക് വേണം. അല്ല, ഷുഹിനൊക്കെ അതായത് എല്ലാ ഷുഹിനും ബുഹലുണ്ടാവും. ബുഹലിന് ഷുഹ് ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ട്? ഓനിക്കൊന്നും കിട്ടിക്കോട്ട്, ഞാൻ കൊടുക്കൂല. എന്നാ എന്തായി? ബുഹലായി. മറ്റാളെ ഓനിക്ക് കിട്ടുമ്പോൾ ഇവനിക്ക് എണ്ണടി, ഓനിക്ക് എന്തിനിപ്പോൾ കൊടുക്കുന്നു? അന്നേരം ഓനിക്കില്ലേ? കൊടുത്തക്കല്ലേ? കോപ്പുണ്ട് കൊടുക്കണ്ടെന്ന് കൊണ്ട് കോപ്പി ചെയ്തലുണ്ട്. കോപ്പുണ്ട് കൊടുക്കണ്ടെന്ന്. അപ്പം ഷുഹിന് കൊടുക്കുകയും ചെയ്യില്ല, വേറെ ആളെ കൊടുക്കാൻ വിടില്ല. നമ്മൾ ഉസ്താദന്മാർ പറയും നെല്ലി പുല്ലി കിടന്ന് നടക്കുകയെന്ന്. പുലി എന്താക്കൂല? പുല്ല് തിന്നുകയും ചെയ്യൂല, പശുവിനെ തിന്നാൻ വിടുകയും ചെയ്യൂല. ഇതാ ഷുഹിൻ്റെ മിസാല്. അവിടെ ഖുർആൻ പറഞ്ഞെന്താണ്? വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ നഫ്സിൻ്റെ ഷുഹ് ഒരാൾക്ക് അല്ലാഹു തആല കാത്തു കഴിഞ്ഞാൽ എന്തായി? മുഫ്ലിഹുകളിൽ പെട്ടെന്ന് പറഞ്ഞു. 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷുഹ് വെളിപ്പെട്ടു പോകാം, അത് മുത്താ എന്ന് കൂട്ടുന്നു. അത് പറയുന്നതനുസരിച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾ എന്തായി? നീങ്ങി. അല്ലെങ്കിൽ ഷുഹ് തീരെ കളയാൻ കഴിയില്ല. 2 ഹവം മുത്തബഅൻ. അതും അങ്ങനെ തന്നെ. ഹവ എന്ന് പറഞ്ഞാൽ ദീന് എതിരായ കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെല്ലോ താല്പര്യങ്ങൾ. അതായത് മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു താല്പര്യമാണ്. എന്നുവെച്ചാൽ ഒരു നിയമങ്ങളും മോനെ തടയാൻ പാടില്ല. പരമ സ്വാതന്ത്രനായിരിക്കണം. ചിലപ്പം സിഗ്നൽ കണ്ടാൽ എന്ത് സിഗ്നലുണ്ടോ ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് പോയി കളിയും. കാരണം സിഗ്നൽ ഓനെ തടയുന്നുണ്ട്. ചുവന്ന വിളമ്പ് എത്തിച്ചാൽ അതോനിക്ക് ഇഷ്ടമല്ല. ഇപ്പം തന്നെ കഹ്റനായിട്ട് നിൽക്കുന്നു. എല്ലാം വേറെ തന്നെ പോയിട്ട് എന്ത് ചള്ളി കണ്ട് കെട്ടുകയറും. അതെ, അതാണ് ഹവ എന്ന് പറഞ്ഞാൽ മൈലുൻ നഫ്സി ഇലാമാ യുഖാലിഫു ശറഅ. ശറഅാകുന്ന നിയമത്തിനെതിരായി വന്നതിലുള്ള ഒരു മാനസികമായ ഒരു സമ്മർദ്ദമാണ്. അതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താണ്? മുത്തബഉൻ. അതിന് അംഗീകരിച്ചു പോയെങ്കിലേ ഉലുമാലും. അത് ശരീരത്തിനെ പടച്ചിട്ട് മുടക്കാൻ ചെറുതായിട്ട് അവിടെ കിടക്കട്ടെ. അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ മുത്താഉൻ എന്ന്, രണ്ടാമത് മുത്തബഉൻ. മൂന്നാമത്തെ എന്താ? ഏജാബുൽ മർഇ ബിനഫ്സിഹി. ഒരു മനുഷ്യൻ അവനവൻ്റെ നഫ്സ് കൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു കൊടുത്ത ഓരോ നിയമത്തുണ്ടാവും. ചിലപ്പം ആരോഗ്യ നിയമത്താകാം, അതല്ലെങ്കിലോ സമ്പത്താവാം, ചിലപ്പോൾ എന്താകും പരിവാരങ്ങളാകാം, അല്ലെങ്കിൽ ലോകത്തിൽ കിട്ടുന്ന അംഗീകാരങ്ങളാകാം. അങ്ങനെ പല നിയമത്തുണ്ടല്ലോ. അത് തന്നെ നോക്കിയിട്ട് ഊറ്റം കൊള്ളുക. എനിക്കെന്തിനാ കുഴപ്പം? അപ്പോൾ ഇത് തന്നതല്ലയാണ്. ഈ തന്ന അള്ളാഹ്ക്ക് ഇത് പിൻവലിക്കാൻ കഴിയുന്നുള്ള ചിന്തയൊന്നും അടില്ല. അതല്ലേ ആരോ ഹുനൈൻ യുദ്ധത്തിൽ പോയപ്പോൾ തോന്നിപ്പോയില്ല അല്ലാഹു തആല പടം പഠിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ സഹാബത്തെ കുറ്റപ്പെടുത്തലല്ല അത്. ഓരോ സ്വഭാവങ്ങൾ എവിടെ ഉടലെടുത്തോ അന്നേരം എന്ത് സംഭവിക്കും എന്ന് അതിൻ്റെ മിസാല് അതിൻ്റെ പ്രവർത്തന രൂപത്തിലാണ് കാണിക്കുന്നവർ. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിലേന്ന് 3 ഇരട്ടി, അസഹാബിമാർ 3-1. ഹുനൈൻ യുദ്ധത്തിൽ നേരെ തിരിച്ചാണ്. മുസ്ലിം സൈന്യത്തിൻ്റെ അംഗബലം ആയുധബലം ഉണ്ട്, അപ്പുറം കുറവാണ് അല്ലേ? പക്ഷേ ഏതാ വിജയിച്ചത്? ബദർ. എന്തുകൊണ്ട്? നസ്റക്കുമുല്ലാഹു ബി ബദരി വഅൻതും അതില്ല. നിങ്ങൾ ആയുധമില്ല, അംഗസംഖ്യയില്ല, പണയില്ല, ഉടുത്ത വസ്ത്രം മാത്രം ഉണ്ടാവും, നോമ്പ്. ഇതെല്ലാം കൂടെ ആയിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ ദലീലായ അവസരത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല സഹായം ചെയ്തു. അപ്പോൾ ഇന്ന് ആൾക്കുറവ് കൊണ്ട് നമ്മൾ തോക്കാനൊന്നുമില്ല എന്നാരോ അറിയാത്ത ആൾ പറഞ്ഞു പോയി. എന്നാൽ പിന്നെ നിങ്ങൾ ആൾ ബലം കൊണ്ട് വിജയിക്കട്ടെ എന്നിട്ട് അല്ലാഹു തആല ശേഷം ആ നസറിൻ്റെ കണക്ഷൻ അങ്ങോട്ട് പിരിച്ചു വെച്ച്. എന്നിട്ടോ ഒരൊട്ടകത്തിനെ കറക്കാനുള്ള സമയം പോലും ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ ഓട്ടം എന്നാണ് ഖുർആൻ പറഞ്ഞില്ല. വയൗമ ഹുനൈനിൻ ഇത് അഅജബതുക്കും കസ്റത്തുക്കും. നിങ്ങളുടെ അംഗസംഖ്യൻ്റെ വലിപ്പുണ്ടല്ലോ അത് നിങ്ങൾ ഉജുബിലാക്കി. ഫലം തുഗ്നിയൻകും. പക്ഷെ അത് ഉപകാരത്തിനെത്തിയില്ല. വലാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്ത്. ഭൂമി അനന്ത വിശാലമായി കിടക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ചെറുതായിപ്പോയി. ഭൂമി കുടിസായിപ്പോയി. രസുമ്മ വല്ലൈത്തും മുതുബിലിൻ. എല്ലാവരും ചിന്നിച്ചെതറി ഓടിയില്ലേ?
എന്താണ് മുജിബിൻ്റെ ചിന്താഗതി ആയിരിക്കോ സഹാബത്തിന് വരില്ല റളിയല്ലാഹു അൻഹു. പക്ഷേ ആ കൂട്ടത്തിൽ പല ഗ്രേഡുകാരുണ്ടാവില്ലേ, എല്ലാവരും ഒരുപോലെ മിന്നാ സംസാരിച്ചില്ലേ മറ്റേ ഹദീസ്, ഖുറൈശികൾക്ക് മാത്രം നോക്കിയിട്ട് കൊടുത്തു എന്ന് ആരോ പറഞ്ഞ് തങ്ങൾ വിശദീകരണം പറഞ്ഞല്ലോ. അവസാനം എന്താക്കി, ആ ചിന്താഗതി മാറ്റി അള്ളാഹു തആല ഫഅൻസലല്ലാഹു സക്കീനത്ത് ഇറക്കി. അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം തിരിച്ചു വിളിച്ചു. ഹുനൈൻ യുദ്ധം വമ്പിച്ച് വിജയമായി മാറി. അതാണ് ഏജാബുൽ മർഇ ബിനഫ്സിഹി. ഇനി അമ്മൽ ഹസദ് പറയാം, ഇനി ഓരോന്നിലെടുക്കുന്നത് ഫഹുവ മുത്തശഇബുൻ മിനശ്ശുഹി, അത് ഷുഹിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ ഷുഹുള്ളാക്ക് എന്തുണ്ടാകും, ഹസദ് ഉണ്ടാകും. എന്തുകൊണ്ട് ഫഇന്നൽ ബഖീല, ബഖീൽ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി യബ്ഖലു ബിമാ ഫി യദിഹി അലാ ഗൈരിഹി, അവൻ്റെ കയ്യിലുള്ള വസ്തു മറ്റുള്ളാക്ക് കൊടുക്കുന്നതിന് തൊട്ട് ബഖീൽത്തരം കാട്ടുന്ന ആളാണ് ബഖീൽ. വല്ലദി യബ്ഖലു ബി നിഅമത്തില്ലാഹി, അല്ലാഹു തആലാന്റെ നിഅമത്ത് ഇവൻ്റെ കയ്യിലുണ്ടല്ല, അല്ലാഹ് കൊടുക്കുന്നതിന് തൃപ്തിപ്പെടുന്നില്ല. വാ എത്തരത്തിൽ വഹിയ ഫി ഖസാനത്തി ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ ഖുദ്റത്തിൻ്റെ ഖസാനയിലാണ് ഏത് നിഅമത്തല്ലുള്ളത്, ഇവൻ്റെ ഒന്നുമല്ല. എന്താണ് അല്ലാഹ് കൊടുക്കാൻ പാടില്ല. ഫുലാൻ എന്താ ഇത്ര വലിയ കച്ചവടം, അത് അല്ലാഹ് കൊടുക്കാൻ പാടില്ല. ഓരോ ചിന്താഗതിയാണ്. ലാ ഫി ഖസാനത്തിഹി, ഇവൻ്റെ ഖസാനത്തിലുള്ളതല്ല, എന്നാലും അല ഇബാദിഹില്ലാഹി തആല, അള്ളാഹിൻ്റെ അടിമകൾക്ക് അള്ളാഹ് കൊടുക്കുന്നത് ഇവനിക്ക് കണ്ടുകൂടാം. ഇതാണ് ഏത് ഷുഹ്. ഫസുഹു അഅ്ളമു, അപ്പോൾ ഇവൻ്റെ ഷുഹ് എന്തായി, ബഖുൽ എന്ന് പറഞ്ഞതിനേക്കാണ് കടുപ്പം കൂടി. തിരിഞ്ഞിട്ടല്ലോ. ഈ വൽ ഹസൂദു, ഹസദുള്ള വ്യക്തി അതെന്താണ്, ഓനിക്ക് ഷുഹ് ഉണ്ടാവും. മറ്റേതിന് ശാഖയെന്ന് പറയുമ്പോൾ ഹുവല്ലദീ യശുഖു അലൈഹി ഇൻആമുല്ലാഹി തആല സുബ്ഹാനഹു വ തആല മിൻ ഖസാനതി ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ഖസാനയിൽ നിന്ന് അവൻ്റെ ആരെങ്കിലും അടിമകൾക്ക് അള്ളാഹു ചെയ്യുന്നത് ഇവനിക്ക് വളരെ പ്രയാസം, കൊടുക്കുന്നത് കണ്ടുകൂടെ, ഇവനിക്ക് ടെൻഷനാണ്. അലാ അബ്ദിൻ മിൻ ഇബാദില്ലാഹി തആല, അള്ളാഹിൻ്റെ ഇബാദിൽപ്പെട്ട ഏതും അടിമയായിക്കോട്ടെ, ബിമാലിൻ ഒന്നിക്ക് സമ്പത്ത് കൊടുക്കും, ഔ ഇൽമിൻ അല്ല ഇൽമു കൊടുക്കും, ഔ മഹബ്ബത്തിൻ ഫി ഖുലൂബിൻ നാസ് അല്ല ജനങ്ങളെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് സ്നേഹവും ഒരു അംഗീകാരവും കിട്ടും, ഔ ഹല്ലും മിനൽ ഹുലൂദ് അല്ല എന്തെങ്കിലും ഒരു ഹല്ലായിക്കോട്ടെ, അത് കൊടുക്കുന്നത് ഇവനിക്ക് കണ്ടുകൂടാന്ന്. ഇതാണ് ഹസൂദ്. ഹത്ത എത്ര വരെ ഇന്നഹു ല യുഹിബ്ബു സവാലഹ അൻഹു, അത് നീങ്ങിക്കാണാനാണ് എനിക്ക് എപ്പോൾ താല്പര്യം ഉണ്ടാകും. അങ്ങനെ സ്വയം നീങ്ങുന്നില്ല, നീക്കാൻ ആവശ്യമായ പണി എന്താണ് അതെടുക്കുക. അതേത് സാഹനെ പിടിച്ചാൽ തിരക്കുള്ള, ഏത് ചൈത്താനെ പിടിച്ചാൽ തിരക്കുള്ള, ഏത് അമ്പലത്തിൽ പോയാലും തിരക്കുകളില്ല, അതൊന്നും നീങ്ങണം. അപ്പോൾ അതിനെ തുടർന്നിട്ടുണ്ടാകും. അതല്ലേ ഹസദ് കൊണ്ടാണല്ലോ ലോകത്താദ്യത്തെ കൊലപാതകം ഉണ്ടായത്. ഹാബീൽ ഹാബീലിനെ കൊന്ന ലോകത്താദ്യമായിട്ട് ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെ കൊലപാതകം എന്താണ്, ഹസദല്ലേ എൻ്റെ കാരണം ഉണ്ടായി. അതാ വഇല്ലം തഹസുല്ലഹു, ഇവന് കിട്ടിക്കൊള്ളണമെന്നില്ല, അത് എനിക്ക് കിട്ടണമെന്നില്ല, ഓനിക്ക് പോകേ പോണ്ടു. അപ്പോൾ ഫഹാദ മുൻതഹൽ ഖുബസ്, ഇതല്ലേ അങ്ങേയറ്റത്തെ കെടുതി എന്ന് പറഞ്ഞ സാധനം. അല്ല കൊടുക്കുന്നേ കൊടുത്തോട്ടെ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് എനിക്കെന്താ. വലിദാലിക ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസദു യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ, തീയെ വിറകിനെ തിന്ന് തീർക്കുന്നത് പോലെയാണ് ഹസദുള്ള മനുഷ്യനിക്ക് അവൻ്റെ ഹസനാത്ത് മുഴുവൻ എന്തായി ചാമ്പലായി മാറിപ്പോയിരിക്കുന്നു. കാരണം ഹസദിനെ തുടർന്നുണ്ടാകും, അവനെ പറ്റി എന്തെല്ലോ പരദോഷം പറയും, ഇല്ലാത്തെല്ലാം കെട്ടിയുണ്ടാക്കിയിട്ട് അവൻ്റെ പേരിൽ ആരോപണം ചുമത്തും, സിഹർ ചെയ്യും, അങ്ങനെ പലതും. അതിനെ തുടർന്നിട്ട് ചെയ്യാത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. അസൂയ അതായത് മറ്റൊരാൾക്കുണ്ടാകുന്ന നിയമത്ത് നീങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹം, അത് നമുക്ക് കിട്ടണേ എന്നാഗ്രഹമില്ല, അതുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. മറ്റൊന്നുണ്ട്, അതായത് മറ്റോനെ തൊട്ട് നീങ്ങണം എന്നോ നീങ്ങണ്ടെന്നൊന്നുമില്ല, പക്ഷെ അതുപോലെ ഞാനും ആകണമായിരുന്നു എന്ന് വിചാരിക്കുന്നത് എന്താ, അത് ഹിബത്ത് എന്നാ പറയാം. ഇന്നാൾ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്, എന്നാൽ എനിക്ക് കുറച്ച് പണം ഉണ്ടെങ്കിൽ ഞാനും ചെയ്യാമായിരുന്നു എന്നൊരു ഹിബത്ത്. അത് മനസ്സിലായില്ലേ. നേരെ മറിച്ച് ഇവനൊന്നും ചെയ്യൂല, മറ്റേത് പോയി കാണേ കൊണ്ടു, അതിനാണ് ഹസദ്.
അതെന്താ കണ്ട പിന്നെ എന്തുകൊണ്ടാണ് വിഷമം ഉണ്ടായത്? മറ്റവനിക്ക് പണം കയറുമ്പോൾ എനിക്ക് എന്താ ഇവിടെ വിഷമം ഉണ്ടാകേണ്ട ആവശ്യം വരുന്നത്? ഇപ്പോൾ ഷെയ്ഖ് സാഹിദിന് വലിയ അംഗീകാരം കിട്ടുമ്പോൾ നമുക്കെന്താ ഇവിടെ വിഷമമുള്ളത്? ഹസദ് ഉണ്ടെന്ന് മനസ്സിലായി. വൽ ഹസൂദു, ഈ ഹസൂജുള്ള മനുഷ്യനുണ്ടല്ലോ, ഹുവൽ മുഅദ്ദബുല്ലദീ ലാ യുർഹമു, എപ്പോഴും ശിക്ഷിക്കപ്പെടുകയാണ്. കാരണം മനസ്സിൻ്റെ ടെൻഷൻ മാറില്ല. ഓനിക്ക് നല്ല ലാഭം കിട്ടിയതിന് പോലും ഇവിടുന്ന് എനിക്ക് ഉറക്കില്ല, ഹാർട്ട് ബീറ്റാണ്. ആ അദാബിനെക്കാളും മറ്റുള്ള ആൾക്ക് സിമ്പതി തോന്നും അവനോട്, അതുമില്ല. ആ അതെ, വലായസാലു ഫി അദാബിൻ ദാഇമിൻ, നിത്യ അദാബിലാണ് കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് ഫൈനദ്ദുന്യാ ലാ തഖ്ലൂഖതു മിൻ അൻ ഖൽഖിൻ കസീരിൻ, ദുന്യാവ് പടപ്പുകളൊത്തിട്ട് ഒഴിഞ്ഞ സമയമുണ്ട്. ഇപ്പം ഒറ്റക്കാവുന്ന സമയം ഉണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ആർക്കെങ്കിലും ഉള്ള നിയമത്തും കൊടുക്കുമല്ലോ. പക്ഷെ ഇവൻ ആ നിയമത്ത് വരുന്തോറും ഇവനിക്ക് രോഗം അറിയുന്നു. അതല്ലേ ഫസാദഹുമുല്ലാഹു മറള, അൽബക്രയിലല്ലേ, ഈ കുലൂബിഹിം മറളുൻ, അവരുടെ കൽബിൽ മറളുണ്ട്. ഫസാദഹുമുല്ലാഹു മറള എന്ന് പറഞ്ഞാൽ അല്ല മറളേറ്റി എന്ന് പറഞ്ഞാൽ അല്ല ഏറ്റുന്നതിന് ഇവനെന്താ ഉത്തരവാദിത്വം ചോദിക്കൂലേ? നമ്മന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല മറളിങ്ങനെ ഏറ്റിക്കൊടുക്കുകയെന്ന്. ഏറ്റവും ഓനിക്ക് മറളുണ്ടാക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അസ്ഹാബിമാരോടുമാണ് ഇവരുടെ അസൂയ, അതാ മറന്ന്. ഇവർക്ക് നിയമത്തേറും തോറും ഓനിക്കപ്പുറം ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പം ഫസാദഹുമുല്ലാഹു മറള എന്ന് പറഞ്ഞാൽ അസ്ഹാബിമാർക്ക് എന്താക്കി അള്ളാഹുത്താല ഉന്നതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം ഉണ്ടാവില്ല. അതിൻ്റെ ലാസിമാണിത് ഇപ്പറ ടെൻഷൻ കൂടല്. അല്ലാണ്ട് അള്ള കുറേ ടെൻഷൻ പാലിച്ചു അവൻ്റെ കൽബിലിട്ട് ഓനെന്താ പറയുന്നു, അള്ളിട്ടിട്ടില്ല പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തഫ്സീർ ഒന്നുമ്പോൾ വിശാലമായി പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അമീൻ നഖറാനിഹി ഒ മആരിഫിഹി, ഇവൻ്റെ പരിചയക്കാർ, ഇവൻ്റെ സമകാലികർ ഒഴിഞ്ഞ സമയം ഉണ്ടാവുമോ? അവർക്ക് അല്ലാഹ് നിഅമത്ത് കൊടുക്കാണ്ടിരിക്കില്ലല്ലോ. അത് അമിമ്മൻ അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അവർക്ക് നിഅമത്ത് കൊടുത്ത് ബി ഇൽമിൻ, ഇൽമു കൊണ്ടാവട്ടെ, ഔ മാലിൻ അല്ല മുതൽ കൊണ്ടാവട്ടെ, ഔ ജാഹിൻ അല്ലെങ്കിൽ പ്രശസ്തിയും ലോകത്തിൻ്റെ അംഗീകാരം കൊണ്ടാവട്ടെ. അവ ഫലാ യസാലു ഫി അദാബിൻ ദാഇമി ഫി ദുനിയ, ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇവൻ അദാബിലാണ്. ഇലാ മോത്തി, മരിക്കുന്നത് വരെ ഈ രോഗം മാറി കിട്ടൂല. വല അദാബുൽ ആഖിറത്തി അഷദ്ദു അക്ബർ, ഇനി ഇവിടെ വെച്ച് തീരൂല, അവിടെ വന്നാൽ കുറേ അധികവും കൂടുതലും വെച്ചിട്ടുണ്ട്. അതാ അല്ലാ യസിലുൽ അബ്ദു ഇലാ ഹഖീഖത്തിൽ ഈമാൻ, ഈമാനിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു മനുഷ്യനെത്തൂല. മാ ലം യുഹിബ്ബ ലി അഖീഹി വലിസായിരിൽ മുസ്ലിമീൻ മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തം ശരീരത്തിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം അവൻ്റെ ഒരു സഹോദരൻ, അതെന്താണ് വ്യക്തിപരമായിട്ടേ, അതുപോലെ പൊതുവേ ഇവൻ്റെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ചും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് പൊതുവേയും അതൊക്കെ ഉണ്ടാവണം. എനിക്ക് ആരോഗ്യം പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും പോകണം, മറ്റോനിക്കും പോകണം. അനുസഹം അത് ആ വ്യക്തിക്ക് ഞാൻ പറയുന്നത്, അത് മഹസൂദുൻ അലൈഹി ഉണ്ടല്ലോ, എൻ്റെ ആരോടാണോ അത് പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പം സഹോദരന് പ്രത്യേകിച്ചും മറ്റു മുസ്ലിമീങ്ങൾക്ക് പൊതുവേയും അവൻ്റെ സ്വന്തം ശരീരത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് വേണം, മറുവശം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത കാലത്തുള്ള ഈമാനേ ഇല്ല എന്നാണ് പറഞ്ഞത്. അനുസഹി വൽയംബഗി അൻ യുസാഹിമൽ മുസ്ലിമീന ഫി സറാഇ വല്ലറാ, മുസ്ലിമീങ്ങൾക്കുള്ള സന്തോഷത്തിലും സന്താപത്തിലും ഇവൻ എന്താക്കണം, പങ്കുകൊള്ളണം. മുസ്ലിമീങ്ങൾക്ക് സന്താപം വരുമ്പോൾ ഇവനും സന്താപം ഉണ്ടാവണം, എന്നെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാവുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് ഇവനിക്കും സന്തോഷം ഉണ്ടാകണം. വഅലൈക്കും അസ്സലാം. വൽ മുസ്ലിമൂന കൽ ബുന്യാനിൽ വാഹിദ്, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എടുപ്പ് പോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി ഉപമിച്ചത്. എന്താണ്, പല സാധനങ്ങളെ കൂടെ കൂട്ടിയിട്ട് ജോയിൻ്റ് ആക്കിയിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിട്ട് ഒന്നിന്ന് ഇളകാത്ത രീതിയിലാണ് കെട്ടിട്ടുണ്ടാക്കിയത്. ഇതേമാതിരി പല ഭാഷക്കാരുണ്ടാകും, പല ദേശക്കാരുണ്ടാകും, പല തൊഴിലുകളുണ്ടാകും, പല കളറുകളുണ്ടാകും, പല ജീവിതത്തിൻ്റെ മേഖലയിലുള്ളവരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ട്, തങ്ങൾ ആഗ്രഹിച്ചൊരാഗ്രഹമല്ലത്. യശുദ്ധ ബാദുഹു ബാദ, ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മറ്റേതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. തൽക്കാലം എവിടെയെങ്കിലും ചെറിയൊരു കേട് പറ്റിയാലും ബിൽഡിംഗ് അങ്ങനെ തന്നെ തകർന്നു പോകണമെന്ന് ചെയ്യില്ല.
വക്കൽ ജസദിൽ വാഹിദി, ഇത് നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഉദാഹരണം. ഒരു ശരീരം പോലെ, ഇതസ്തക്ക മിൻഹു ഉളുവുൻ ഇതസ്തക്ക സായിറുൽ ജസദ്, ഒരു ശരീരത്തിന് വല്ല രോഗവും ബാധിച്ചാൽ മറ്റുള്ള അംഗങ്ങൾക്കെല്ലാം അതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണം ഉണ്ടാവും. ബിസ്ഹരി വൽ ഹമ്മ എന്നല്ല മറ്റേ ഹദീസ് പറഞ്ഞു. ഫഇൻ കുന്ത ലാ തുസാദിഫു ഹാദാ മിൻ ഖൽബിക്, ഈ മറ്റുള്ള നിൻ്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും അവർക്കുണ്ടാകുന്ന ശരീരത്തിന് വേണ്ട എന്ന് വെക്കുന്ന കാര്യം മറ്റവർക്കും വേണ്ടെന്ന് നോക്കണം. ഒന്ന്, അതുപോലെ ഒരൊറ്റ കെട്ടിടം പോലെ ആവുക, സന്തോഷത്തിലും സന്താപത്തിലും ഇവന് അതിൽ അംശമുണ്ടാവുക, ഇതൊന്നും നിൻ്റെ കൽബിലില്ലേ? ഫസ്തിഖാലുക ബി തലബിൽ മഖ്ലസി അനിൽ ഹലാക്കി, അതുകൊണ്ട് എത്രയും വേഗം ഈ ഹലാക്കിനകത്തോട്ട് രക്ഷാമാർഗം സ്വീകരിച്ചേ പറ്റുമോ, നീ കാത്തുക്കാൻ പറ്റൂല. കൽബിനെ പരിശോധിക്കുക. ഫുലാന് വലിയൊരു നിയമത്ത് വന്നിട്ടുണ്ട്, അതോ ഓനിക്കാ, പിന്നെ എനിക്കന്ന് ഓർക്കില്ല. അടക്കടാ മറ്റേ ഗുളിയും എടുക്ക് തിന്നിട്ട് എനിക്ക് ഉറക്കില്ല, എന്നിട്ട് ഉറക്കില്ലാത്ത. അപ്പം മറ്റോ പൊളിഞ്ഞു കൊണ്ടുകൊണ്ട ഗുളിയൊന്നും വേണ്ട, മറ്റോ തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയുമ്പോഴെങ്കിൽ. അപ്പോൾ അനിൽ ഹലാക്ക് ഈ ഹലാക്കിനൊത്തൊട്ട് രക്ഷാമാർഗം തേടൽ കൊണ്ട് ഉടനെ ഏർപ്പിടിക്കുക. അഹമ്മു, അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മിൻ ഇഷ്തിഗാലിക ബിനവാദിലിൽ ഫുറൂഇ വ ഇൽമിൽ ഖുസൂമാത്ത്, അതെന്നാ കാലത്തുള്ള മുസ്ലിയാക്കന്മാരോടാ പറയുന്നു. ഫുറൂഇയാത്തിൻ്റെ അത്യപൂർവമായി ഉണ്ടാകുന്ന മസാല ഉണ്ടല്ലോ, അതെല്ലാം തേടിപ്പിടിക്കൽ വയ്യാട്ടെ, അതിന് ഇപ്പോൾ ആവശ്യമില്ല. അതുപോലെ രണ്ടാൾ തർക്കിച്ചാൽ ആ തർക്കത്തിന് ഞാനൊരു അമീറായിട്ട് മധ്യസ്ഥം പറയുന്ന ആളാകലെ എങ്ങനെ, ഇത് ഇൽമുൽ ഖുസൂമാത്ത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് വക്കീലന്മാർ എടുക്കുന്ന പണി അക്കാലത്തെ ഫിഖഹിലാണ് ഉള്ളത്. ഈ കാലത്ത് എന്താക്കിയത് രണ്ട് ഫന്നായിട്ട് മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിൽ മറ്റുള്ള ഫന്നുകളൊക്കെ ഫിഖഹിലുണ്ടല്ലോ, മാത്തമാറ്റിക്സ് ഫിഖഹിലില്ലേ. അപ്പോൾ അതിൻ്റെ അപൂർവമായ കാര്യങ്ങളൊക്കെ കണ്ടെത്തലിനും ശൂലെല്ലാം പഠിച്ചു നിർത്തുക. ഈ ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എവിടെയാണോ എന്ന് ആലോചിക്കലാണ് എനിക്ക് കാര്യമായ പണി വേണ്ടത്. മുജാഹദ, തനിച്ച മുജാഹദ, അത് ഹയ്യയിൽ പറയുന്നുണ്ടല്ലോ. എനിക്കൊരാളെ മുമ്പിൽ എന്താണ് ഇവിടെ എടുക്കുന്നതിൽ നീ അവൻ്റെ കക്കൂസും ബാത്റൂമും വൃത്തിയാക്കാൻ പോകണം, എന്നിട്ട് ശീലിപ്പിക്കുക, എടുക്കടാ പണിയെന്ന്. അല്ല പറയുന്നത്, നേരെ ഓപ്പോസിറ്റ്. അതല്ല ഉമർ റളിയല്ലാഹുവിൻ്റെ അവിടെ ലോകത്തിൻ്റെ പല പിടിക്കുന്ന ആളുകൾ കാണാൻ വന്ന് ഉമർ റളിയല്ലാഹു എന്താക്കി, രാത്രി ഒരു വീട്ടിൽ പാവപ്പെട്ട ഒരു പെണ്ണുങ്ങൾ കഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് അടിച്ചു വാരാനും വൃത്തിയാക്കാനും കക്കൂസ് വെക്കാനും കുപ്പായിൽ മാറ്റിയിട്ട് പോയി. ആ പെണ്ണേക്ക് കണ്ടില്ല ഉമർ റളിയല്ലാഹു. എന്നിട്ട് ശുദ്ധ വെള്ളയിൽ അങ്ങനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടാണ്ട് പാത്രം നിറച്ച് കൊടുത്തു. ഇതിങ്ങനെ മതിയായിട്ടില്ല എന്നോട് വീണ്ടും വീഴും. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും, ഇവിടെ അമ്മമ്മക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അത് ഒരു മോൻ വരുത്തുണ്ട് ഇവിടെ, അയാൾ എന്താക്കും, ഇവിടെ എല്ലാം അടിച്ചു വാരി തരും, പാത്രമെല്ലാം കഴിച്ച് വൃത്തിയാക്കും, വസ്ത്രം അലക്കും. അത് ആരാന്ന് എനിക്കറിയില്ല. ആരാന്ന്? അമീറുൽ മോമിനീൻ. എന്നിട്ടോ സ്വന്തം നഫ്സിൻ്റെ അടിയും കൊടുത്തിട്ട് പറയും, ഉമറേ, ലോകത്തിൻ്റെ പല വഴിക്കൊന്നും ആളുകളൊക്കെ വന്ന് നിങ്ങൾ കയ്യും കാലും മുത്തിയിട്ട് പോകുമ്പോൾ എനിക്കൊരു അഹങ്കാരം വന്നിട്ടുണ്ടല്ലേ, ഞാൻ ആളാന്ന്, എടുക്കടാ പണിയെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെയൊന്ന് മദീനത്തെ അമീറാന്ന്, ഇവിടെ ശൈഖ് സായിദ് മൂപ്പറ മദീനയാന്ന്. മൂപ്പർ എന്താക്കും, ബറുവും കെട്ടും തമ്മിൽ നിന്നിട്ട് ഇതാ വൈദാ എനിക്ക് കനക്കുന്നു തലീന്ന്. അമീറാന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അബൂ ഹുറൈറ, ഇൽമിൻ്റെ ഭണ്ണാകാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി, മദീനയിലുള്ള രാജാവ്. അതന്നെ. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ ഫുറൂഇയാത്തും കുറേ ഫന്നുകളും മറ്റേ ഫന്നും പഠിച്ച് കോട്ടുമാങ്ങലെല്ലാം അവിടെ നിൽക്കിട്ട് ഹസദിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഉണ്ടോ എന്ന് ആലോചിക്കുന്ന പറഞ്ഞു. അല്ലെങ്കിൽ ഈ തീയ ഉള്ളത് മനസ്സിലായി. അപ്പോൾ തീയിലൂടെ വമ്പിച്ചപ്പോൾ തീ തട്ടിയാലുണ്ടാകുന്ന എല്ലാ കൊലുമാലിവൻ്റെ ശരീരത്തിനുണ്ട് മനസ്സിനുണ്ട്. പൊള്ളുന്നുണ്ടാവും, പക്ഷെ പൊള്ളലേ നോക്കിയാൽ കാണില്ല. ടെമ്പറേച്ചർ കൂടുതലുണ്ടാകും, ഹാർട്ടും ബീറ്റും കൂടുതലുണ്ടാകും, ചൂടുണ്ടാകും, ആവശ്യമില്ലാണ്ട് പെനിയും വരും. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്, അമ്മരിയാവും. മൂപ്പരെല്ലാം ചുരുക്കിയിട്ടാണ് പറഞ്ഞു, ബാക്കിയെല്ലാം പറഞ്ഞു ഹയ്യ നോക്കോ.
റിയാ ഫഹുവ ഷിർക്കുൽ ഖഫിയൂന്ന, രഹസ്യമായ ഷിർക്കാണത്. അതിനെപ്പറ്റി ഇപ്പോൾ മറ്റേ പുത്തനേശക്കാരൊന്നും പറയൂല. അവർക്ക് വേറെന്തോല്ല ഷിർക്കുണ്ട്, അവരൊന്നും ടച്ച് ചെയ്യൂല. അമ്പലത്തിൽ പോയിട്ട് പൂജ കഴിച്ചാലും അവർക്ക് ഷിർക്കല്ല. എന്തെല്ലാം നടക്കുന്നു. ഇവിടൊക്കെ ഒരാൾ പറയുന്നത് പാതിരാക്ക് കിടന്നോ വരുന്നുണ്ട് പോലെ, ഒരു മണിമുട്ട് വെക്കുന്നു, ടിൻ ടിൻ ടിൻ. ഇതെന്താണെന്നുള്ള ഇങ്ങനെ പാതിരാക്ക് മണിമുട്ടുന്നു. മുട്ടുന്ന വയ്ക്കേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരമ്പലം, അമ്പലത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ബുർക്കധാരികളായ മുസ്ലിം സ്ത്രീകളെ തലയിൽ ഈ സാധനം വെച്ചു കൊടുത്തിട്ട് നടത്തിക്കുന്നു, ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുന്നു. ഇമ്മ മണിമുട്ടിക്കൊണ്ട് നട്ടപ്പൈരക അവിടെ പോകുന്നു. എന്താ ഇത്? അതൊന്നും ഇവർ കാണുന്നില്ല. അത് ശിർക്കാന്ന് പറയാൻ ഒരൊറ്റ കുട്ടിയുണ്ട്. അതയ്യാറ് സലാത്തോ ഹെദാത്തോ എന്തെങ്കിലും ചൊല്ലിപ്പോയോ, ഓ ആകാശം പൊട്ടി ഭൂമി വിണ്ട്, ശിർക്കേ ശിർക്ക്. ഈ ശിർക്ക് കാണുന്നുണ്ടാ? ഇത് മുത്തനബി പറഞ്ഞല്ലേ ഷിർക്കുൽ ഖഫി. നിങ്ങളുടെ മുമ്പിൽ ബിംബങ്ങളോ അമ്പലങ്ങളോ ഒന്നും കാണൂല, പക്ഷെ ഖഫിയായ ശിർക്കാണ്. വഹുവ അഹദു ഷിർക്കൈനി. അപ്പോൾ ഷിർക്ക് രണ്ടുണ്ട്. ഏത്? ഖഫിയുണ്ട്, ജലിയുണ്ട്. ജലി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതിനകത്ത് പരസ്യമായി ആരാധിക്കപ്പെടുന്ന, ഇസ്ലാമിൻ്റെ പുറത്ത് നിൽക്കുന്നത് ആ ഒരു ഷിർക്ക്. അതിൽപ്പെട്ട രണ്ടാമത്താണ് ഇത് ഷിർക്കുൽ ഖഫി. വദാലിക, അതെന്താണത്? തലബുക്കൽ മൻസിലത ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിനക്ക് നല്ലൊരു സ്ഥാനം കിട്ടണം. എന്തുപയോഗിച്ച്? ഒരു സ്ഥാനം കിട്ടണം. അതിന് മാർഗമാക്കുന്നത് ഇവൻ്റെ ഇബാദത്ത്, ഇവൻ്റെ നിസ്കാരം, ഇവൻ്റെ ഓത്ത്, ഇവൻ്റെ സദക്ക, ഇവൻ്റെ ദാനധർമ്മങ്ങൾ, ഇതൊക്കെയാണ് അതിന് ഉപാധി. ഓ ഓൻ്റെ എന്തൊക്കെയാറപ്പാ, എന്താണിപ്പോൾ അവൻ്റെ ഓത്ത്, ഓ മലായിക്കത്തിൻ്റെ മാതിരിയുള്ള ഇബാദത്താന്ന് എനിക്ക് സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. അതല്ലി തനാല എന്തോട്ടോ ഈ മൻസിൽ എന്തിനാണ്? ലി തനാല ബിഹിൽ ജാഹ വൽ ഹിസ്മത്ത, ജനങ്ങളുടെ ഇടയിൽ വലിയ പോരിശയും കുറേ ആൾക്കൂട്ടത്തിനെയും എനിക്കൊരു ഒരു 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 പാർട്ടി കിട്ടണമല്ലോ. ഇതാ ഹിസ്മത്ത്, ഒരു ജനക്കൂട്ടം. വഹുബുൽ ജാഹി, ഈ ജാഹിനെ ആഗ്രഹിക്കലോ മിനൽ ഹബൽ മുത്തബൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞില്ലേ 3 കാര്യം, ആ 3 കാര്യത്തിൻ്റെ രണ്ടാമത്തേലേക്ക് എത്തി. ഷുഹ് കൊണ്ടെന്തായി? ഹസദിലേക്ക് എത്തുമ്പോൾ ഷുഹും മുത്തായ വന്നപ്പോൾ ഹസദിലേക്ക് എത്തിച്ചപ്പോൾ റിയാ കൊണ്ടെടുത്തേക്ക് എത്തി, ഹബം മുത്തബയിലേക്ക് എത്തി. അൽ മുഹലിഖ്, അത് ഹലാക്കാക്കും എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. വഫീഹി ഹലക അക്സറുന്നാസ്, ഈ വിഷയത്തിലാണ് ഭൂരിപക്ഷം ആളുകളും ഹലാക്കാകുന്നത്. ഫമാ ഹലക്കന്നാസ ഇല്ലന്നാസ്, അപ്പം ജനങ്ങളാണ് ജനങ്ങളെ ഹലാക്കാക്കിയതെന്ന് പറയാം. അതുകൊണ്ട് ഓറെ കണ്ടിട്ടാണ് ഇവനെന്താക്കിയത്? ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവർ കാരണത്തെ ഇവൻ ഹലാക്കായി. അപ്പം ജനങ്ങളെ ഹലാക്കാക്കി. ഇത് മനസ്സിലാകുന്നില്ല. വലവ് അൻസഫ അക്സറുന്നാസി, ഭൂരിപക്ഷം ജനങ്ങളും ഒരു നീതി മോടെ ചിന്തിക്കട്ടെ. ല അലിമു അന്ന അക്സറ മാഹും ഫീഹി മിനൽ ഉലൂമി വൽ ഇബാദാത്തി, ഇൽമുകളാലും ഇബാദാത്തുകളാലും അവർ കഴിഞ്ഞുകൂടുന്ന ഭൂരിപക്ഷവും ഫലുൻ അമാൽ ആദാത്തിൻ്റെ കാര്യം അടുക്കട്ടെ. ആദാത്ത് പലതുണ്ട്. അപ്പോൾ അതെല്ലാം അത് മാറ്റി നിർത്തിയാൽ ഉലൂമ് ഇബാദാത്തുകളിൽ അവർ ഉള്ളത് ലൈസ യഹ്മിലുഹും അലൈഹ, അതിൻ്റെ മേൽ അവരെ പ്രേരിപ്പിക്കുന്നില്ല. ഇല്ല മുറാഅത്തുന്നാസ്, ജനങ്ങളെ കണക്കിലെടുക്കലല്ലാതെ. വലിയൊരു ജാഥ സംഘടിപ്പിക്കണം, വലിയ ജനക്കൂട്ടം. ആര് കാണേണ്ട ആളാര്? അല്ലയാ ജനങ്ങൾ കാണണം. പിന്നെന്തിനാ പ്രകടനം? ചെണ്ടയെല്ലാം കൊട്ടിയിട്ട് ആർന്ന് കൊടുത്ത് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഇതാക്കിയിട്ട് പോകുന്ന ആര് കാണാനൊന്നും? എൻ്റെ ജനങ്ങൾ അതിന് അംഗീകാരം കൊടുക്കണം. എല്ലാവരുടെയും ജനങ്ങൾ 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 ഇതെല്ലാം കണ്ട് സഹിക്കേണ്ട ജനങ്ങൾ. അത് ഏത് മതം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ. അത് വഹിയ, ആ മുറാഅത്തുന്നാസ് എന്ന് പറഞ്ഞില്ലേ, അത് മുഹബിത്താത്തുൽ അമാൽ, സകല അമലിനെയും പൊളിച്ചളയുന്ന സാധനമാണ്. ഹത്താ വറദ ഫിൽ അഖ്ബാർ, ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ഇന്ന ഷഹീദ, ഒരു ഷഹീദ്, യുഉമറു ബിഹി യൗമൽ ഖിയാമത്തി ഇലന്നാർ, അയാളെ നരകത്തിലേക്കാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്, നരകത്തിൽ കൊണ്ടുപോയിട്ട്. ഫയഖൂലു, അപ്പോൾ അയാൾ പറയുന്നു, യാ റബ്ബി ഇസ്തുശ്ഹിദു ഫീ സബീലിക്, നിൻ്റെ മാർഗത്തിൽ ഞാൻ ഷഹീദായി മരിച്ച ആളാണ് പഠിച്ചവനേ അല്ലേ. ഫയഖൂലു, അപ്പോൾ അല്ലാഹ് പറയുന്നു, അറത്ത, നീ ഉദ്ദേശിച്ചത് അൻയുഖാല ഇന്നക ശുജാഉൻ, നീ ഒരു ധീരനായ വ്യക്തിയാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്ത് മരിച്ചത്.
എനിക്കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. വാക്കത് കീല, അത് പറഞ്ഞു കിട്ടിയല്ലോ നാട്ടിൽ നിന്ന്. ജനങ്ങളൊക്കെ പറഞ്ഞില്ലേ ഫുലാൻ ഷഹീദായി മരിച്ചിരിക്കുന്നു, അത് മറിക്കലാണ്. ദാലിക്ക അപ്പോൾ ദാലിക്ക ചുരുക്ക, അതിൻ്റെ പ്രതിഫലം അവിടെ കിട്ടി. ഇനി ഇവിടെ എന്തിനി? അപ്പോൾ ഒരാളായി. ഇതൊരു ഹദീസാണത്. വകദാലിക യുഖാലുലിൽ ആലിം, ഇതേ വാദം ആലിമിനോടും പറയും. നീ അവിടെ പോയ ആളെന്ന്, ഇവിടെ പോയ ആളാന്ന്, അവിടെ മിസ്സിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്, യമനിൽ പോയി പഠിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് അക്കോട്ട് കിട്ടിയിട്ടുണ്ട്, നീ ഇക്കോട്ട് കിട്ടിയിട്ടുണ്ട്, മുപ്പീസ് കാണാൻ പാടാക്കിയിട്ടുണ്ട്, ജനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു പോയി. വൽ ഹാജു, അതുപോലെ ഹജ്ജ് ചെയ്യുന്നാക്കും അങ്ങനെ തന്നെ. ഇതെല്ലാം ഹദീസിലുള്ളതാണ്. ഖാസി, യുദ്ധം ചെയ്യുന്ന ആൾ, വൽ ഖാരി, ഓതുന്ന ആൾ, ഇവർക്കൊക്കെ ഇതേ സംഭവം തന്നെയാണ്. അത് മൂപ്പർ ഹദീസ് എന്താക്കി ചുരുക്കിയേക്കണം. ഇനി വഅമ്മൽ ഉജുബു വൽ കിബ്റു വൽ ഫഖ്റു ഫഹുവ ദാഉൽ ഉളാൽ. കണ്ടോ, ഉജുബ്, അതുപോലെ തന്നെ കിബ്ർ, ഫഖ്ർ, അവനവൻ്റെ മഹത്വം, അത് ചികിത്സയ്ക്ക് വിധേയമാവാത്ത രോഗമാണ്. വഹുവ നളുറുൽ അബ്ദി ഇലാ നഫ്സിഹി. കണ്ടാ, അപ്പോൾ ഉജുബാണ് മൂന്നാമത് സംസാരിക്കേണ്ടിയമ്മോ. കിബറും ഫഖറും അതിൽപ്പെടുത്തി. അത് ചികിത്സയ്ക്ക് വിധേയമാവാത്ത രോഗം. അതെന്താ? ഒരു മനുഷ്യൻ അവൻ്റെ നഫ്സിലേക്ക് നോക്കുന്നു, ബിഐനിൽ ലസി വൽ ഇസ്തിഅദാം, അവനെ തന്നെ ബഹുമാനപൂർവ്വം കണ്ണോണ്ടാണ് നോക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട ആളാകുന്നു. ഞാൻ ആര്? ഞാൻ ബഹുമാനപ്പെട്ടവർ. ചോദ്യം ഉത്തരം എൻ്റെ തന്നെ. വനളറുഹു ഇലാ ഗൈരിഹി, അപ്പം മറ്റുള്ള ആളെ നോക്കൽ ബിഐനി ദുല്ലി, ഇവനിലേക്ക് താരതമ്യം ചെയ്തിട്ട് ഓനിക്കെന്താണ്, ഓനിക്കെന്താ പഠിപ്പോനെടുത്ത് കിതാബോധീന്, അവനെന്താ ഇബാദത്തെടുത്ത്, ഞാനെടുത്ത് അത്ര ഇബാദത്തെടുത്തണ ഇതന്നെ. അപ്പോൾ ഉജുബെന്താക്കി, കിബറിനെ ഉണ്ടാക്കി, മറ്റുള്ള ആളെ നിസ്സാരപ്പെടുത്തലിലേക്ക് എത്തിച്ച്. വൽ ഇസ്തിഹ്ഖാർ, മറ്റുള്ളവരെ ഒന്നിനും കൊള്ളരുതാത്തവരായി കാണല്. അതാ റബിയ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട്, കാല ലയൻതഹിയന്ന അഖ്വാമുൻ, ചില ആളുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്ന്. അവസാനിപ്പിച്ചേ പറ്റൂ. എന്താണ് ജനങ്ങൾ? യഫ്തഖിറൂന ബി ആബാഇഹിം, അവർ പിതാക്കന്മാരെ കൊണ്ട് ഫഖറാക്കും. നമ്മളെ ഉപ്പ എന്ന് പറഞ്ഞാൽ, നമ്മളെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാന്ന്, എന്തെല്ലാന്ന്, എത്ര ആന ഉണ്ടായിരുന്നു ഇവർക്ക്, എത്ര പണിക്കാരാന്ന്, എന്തെല്ലാം നമുക്ക് ആബാവിൻ്റെ ഫളായിൽ പറഞ്ഞിട്ട് ഫഖറ് കാട്ടും. അതൊന്നും ഇല്ലാത്ത ആളെ ഒന്നിനും പറ്റില്ല, നിസ്സാരം. അല്ലദീന മാത്തു, അവ ഉപ്പാപ്പ മരണം മരിച്ചുപോയി. വഇന്നമാഹും ഫഹ്മും മിൻ ജഹന്നമ, ഈ ഫഖർ പറയുന്ന കൂട്ടർ നരകത്തിലുള്ള ഇന്ധനങ്ങളാണെന്നാണ് പറഞ്ഞത്. ജഹന്നമിലുള്ള ഇന്ധനം, ഫഹ്മ് നമുക്കറിയുന്നല്ലേ. അപ്പോൾ ഈ ഉലുവാൻ കത്തിക്കാനും കരി. ഔല യകൂനന്ന അഹ്വന അലല്ലാഹി മിനൽ ജുഅലി, അല്ലെങ്കിൽ അവരാവട്ടെ എന്ത്, അള്ളാഹ്ക്ക് നിസ്സാരം, ആരേക്കാൾ, മിനൽ ജുഅലില്ലദി യുദഹദിഹുൽ ഖുർഅ ബിഅൻഫിഹി, സ്വന്തം മൂക്ക് കൊണ്ട് മലം ഉരുട്ടിക്കളിക്കുന്ന ബണ്ടില്ല, ബണ്ട്, അതിന് നജസാക്കപ്പെട്ട സാധനം കിട്ടിയാൽ അതിൻ്റെ മൂക്കൊണ്ട് ഇങ്ങനെ ഉരുട്ടിക്കളിക്കും. അങ്ങനെ അതിനാക്കാണ് ഒരവസ്ഥയിൽ ഇവനെത്തിക്കൊട്ടെ. ഈ ഫഖറെല്ലാം അവിടെ നിർത്തിയിട്ട് നബി തങ്ങളൊരു വാക്കാന്ന്. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ഖദ് അസ്ഹബ അൻകും ബയ്യത്തുൽ ജാഹിലിയ്യത്തി വഫഖറഹാ ബിൽ ആബാ, ജാഹിലിയ കാലത്ത് എന്തൊക്കെയോ ഇങ്ങനെയുള്ള കുറേ തോന്നിയാസുണ്ട്, അതല്ല എൻ്റെ വരവോട് കൂടെ അവസാനിപ്പിച്ചിരിക്കുന്നു. പിതാക്കന്മാരെ കൊണ്ടല്ലോ, പണ്ട് പാട്ട് പാടലുണ്ടല്ലോ, ഔലായിക ആബാഇ ഫജിഇനി ബിമിസ്ലിഹിം, ദാ ഇതെല്ലാം എൻ്റെ പിതാക്കന്മാരാണ്, അവരെപ്പുറത്ത് തുല്യമായ ആരെങ്കിലും ചരിത്രത്തിലുണ്ടെങ്കിൽ പറയും, എന്തൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കും. അത്തരത്തിലുള്ള സ്വഭാവങ്ങളെല്ലാം എൻ്റെ വരവോടുകൂടെ അല്ലാഹു തആല നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇനി അതെടുത്ത് പൊക്കാൻ പറ്റില്ല എന്നാണ്. ഇന്നമാ ഹുവ മുഅ്മിനുൻ തഖിയ്യുൻ ഔ ഫാജിറുൻ ഷഖിയ്യുൻ. എന്താ വ്യക്തികൾ? ഒന്നുകിൽ മുത്തഖിയായ മോമിൻ, അവൻ ഏത് തറവാട്ടിലോ ഏത് കുടുംബത്തിലോ എന്തോ ആവട്ടെ, മോമിനും തഖിയായ അള്ളാഹുവിൻ്റെ സ്ഥാനം. അല്ലെങ്കിലോ ഫാജിറുൻ ഷഖിയ്യ്, രണ്ടാളും വിഭാഗം. ഷഖിയ്യ് അറിയല്ല. അന്നാസു കുല്ലുഹും ബനു ആദം, മനുഷ്യന്മാരെല്ലാവരും ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ. ആദമ മിൻ തുറാബ്, ആദം അലൈഹിസ്സലാമോ മണ്ണിൽ നിന്നാണ് അല്ലാഹു തആല പടച്ചത്. അതുകൊണ്ട് അവർക്ക് സ്ഥാനമേ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസബു അൽ മാലു വൽ കറമു അത്തഖ്വ, കുടുംബമഹിമ എന്ന് പറഞ്ഞതും സമ്പത്ത് എന്ന് പറഞ്ഞതും കറും എല്ലാം തഖ്വയാണുണ്ട്. തഖ്വ ഉണ്ടായ എല്ലാം ഉണ്ടായി.
തക്കവയെ തൊട്ടുള്ള ഇബാറത്താണ് ഇത്. ഹസബ്, മാല്, കർമ്മ എല്ലാം മസാബീഹ്. വനത്തീജത്തുഹു. ഇനി ഈ ഉജുബിൻ്റെ നത്തീജ പറഞ്ഞില്ലേ, മറ്റുള്ള ആളെ നിസ്സാരമായി കാണല്, അതോടെ വരും അലൽ ലിസാൻ, നാവുമിലേക്ക് വരും. അപ്പം നേരത്തെ നാവിൻ്റെ ആഫാത്ത് പറഞ്ഞ കുറേ 5-8 കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടത്തേക്ക് എത്തിക്കും. അത് അഞ്ഞക്കൂല, അവൻ പറയില്ല അന വ അന, എല്ലാത്തിനും ഞാൻ ഞാൻ ഞാൻ. കമ്മാക്കാൽ ഇബ്ലീസുല്ലഈനും അന ഖൈറും മിന്നു എന്നല്ലേ ആദം അലൈഹിസ്സലാമിനെ താരതമ്യം ചെയ്തിട്ട് പറഞ്ഞത്. ആദം അലൈഹിസ്സലാമിനേക്കാൾ ഞാനാ ഖൈർ. എന്താണ് അത്? മണ്ണുകൊണ്ട് പടച്ചത്, ഞാനോ തീ കൊണ്ട് പടച്ചത്. ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ വ സമറത്തുഹു ഫിൽ മജാലിസ്. ഇനി ഈ രുജുബുള്ള മനുഷ്യരുണ്ടല്ലോ, ഈ ഫഖ്റ് ഇതല്ലേ, ഒരു മജ്ലിസിലെത്തിയാൽ താൻ ഭൂമിയിൽ എവിടെ ഇരുന്നിരിക്കൂല. സ്റ്റേജിന്മേ കസേര ഉണ്ടോന്ന് ഇങ്ങനെ കരുതും. കസേര കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എന്താകും, ആകെ ആക്ഷേപാക്കും, അല്ലെങ്കിൽ കോലുകളൊക്കെ ഉണ്ടാക്കും. എനിക്ക് സീറ്റ് തന്ന അതാ അത്തറഫു, പൊന്തത്തിലിരിക്കണം. വ തഖദ്ദും, എല്ലാവരേക്കാളും മുമ്പന്തിയിലെത്തണം. വ തലബു തസദ്ദുരി ഫിൽ മഹാഫിൽ, യോഗങ്ങളിലൊക്കെ ഒരാളായിട്ട് വലിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എവിടെ യോഗം ഉണ്ട് അവിടെല്ലാം മൂപ്പറുണ്ടാവും. വഫിൽ മുഹാവറത്തി, ഇനി പരസ്പരം സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രകടനങ്ങളാണ് പറയുന്നു. അൽ ഇസ്തിൻകാഫ് മിൻ അയ്യുറദ്ദ കലാമഹു അലൈഹി, അയാൾ പറഞ്ഞ ഒരു കലാമിന് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചോ കിട്ടും, അയാൾക്ക് കലി കയറൂല്ലേ. അവിടെ ഖിയാമത്ത് നാൾ 1-ാം തീയതിയാകും. എൻ്റെ കലാമിന് റദ്ദ് ചെയ്യാൻ ആരുടെ ഇവിടെ? അയാൾ പറഞ്ഞേനാ 9, 1, 12 സമ്മതിച്ചോളണം. ആരാ 10 എന്ന് പറഞ്ഞത്? ഇവിടെയുള്ള ഞാനല്ലേ 12 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം സംസാരിച്ച കലാമ് റദ്ദ് ചെയ്യാൻ, അതിനെന്തായാലും എന്താ പറയുക, എതിർക്കാൻ തുടങ്ങിയ അയാൾക്ക് അങ്ങ് ദേഷ്യം പിടിക്കും. വൽ മുതകബ്ബിർ ഹുവല്ലദീ വഇദ അനിഫ വഇദാ വഅദ അന്നഫ എന്നാണ് പറഞ്ഞത്. കിബിറുള്ളൊരു വ്യക്തി, അയാളോട് ആരെങ്കിലും വാഴ്ന്നു പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും ഉപദേശിക്കാൻ നിന്നാൽ അയാൾക്ക് കലി കയറും. നീ ആരാ? നീ എത്ര കാല? അതാ അനിഫ. ഇനി അയാൾ വേറൊരാട് പറയുമ്പോൾ അന്നഫ എന്ന് പറഞ്ഞാൽ മറ്റോനെ വില കൽപ്പിക്കാതെ ചവിട്ടി മെതിച്ചിട്ടായിരിക്കും സംസാരിക്കുക. മറ്റോനാകെ വഷളാക്കിയിട്ട് അയാൾ ഇയാളോട് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇയാൾ വിട്ടുകൊടുക്കില്ല. ഇയാൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ആ രൂപത്തിലാണ്. വകുല്ലു മൻ യറാ നഫ്സഹു ഖൈറൻ മിൻ അഹദിൻ മിൻ ഖൽഖില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു പടച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനാക്കാണ് എനിക്ക് ഖൈറുണ്ട് എന്ന് ഒരാളെ സ്വന്തം തോന്നിപ്പോയെങ്കിൽ അത് മുത്തക്കബിറാൻ, അത് മതി, എൻ്റെ അപ്പുറം വേണ്ടാണ്. മുറ്റത്തൊരു നായി നടക്കുന്നുണ്ടെങ്കിൽ ആ നായിനാക്കാണ് ഖൈറാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ മുത്തക്കബിറായി. അതെ, ഖൽക്കുന്നു. അതല്ലേ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു തരീഖിൽ കൂടെ നടന്നു പോകുമ്പോൾ നായി വന്നു. മൂപ്പർ എന്താക്കി ആദരപൂർവ്വം വഴി ഒഴിഞ്ഞു കൊടുത്തിട്ട് പോയി തീരുന്നവരെ കാത്തു നിന്നു. അപ്പം വേറെ പറഞ്ഞു, അതിന് ആട്ടിക്ക് കല്ലെടുത്ത് എറിഞ്ഞിട്ട് പായിച്ച നിങ്ങൾ നടക്കതാ. ഞാൻ പറഞ്ഞത് എന്തിനാന്ന്? അള്ളാഹിൻ്റെ അടുക്കൽ ഞാൻ സ്വീകരിക്കപ്പെട്ടവനാണെങ്കിൽ ഖൈറ് തന്നെ അല്ലേ. എല്ലാം അള്ളാഹിൻ്റെ അടുക്കൽ ഞാൻ കൊള്ളില്ലെങ്കിൽ ആ നായിനാക്കാണ് മോശം ഞാനാ. എന്തുകൊണ്ട്? നായിക്ക് തക്ലീഫാത്തില്ല, അത് നന്ദി കടൊന്നും കാട്ടിയിട്ടില്ല, അത് കള്ള് കുടിച്ചിട്ടില്ല, പലിശ വാങ്ങിയിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, മുഖല്ലഫായ ഒരു സാധനമില്ല. പിന്നെ 4 കാലം ഒരു വളഞ്ഞ പാലുണ്ടായതുകൊണ്ടാണോ കുറ്റം? എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ നിയമത്തെല്ലാം ഏറ്റെടുത്തിട്ട്. അതുകൊണ്ട് ഞാൻ കാണുന്നത് എന്നേക്കാൾ ഖൈറാരി അന്നായിയാകുന്നു. അതാ അള്ളാഹുവിൻ്റെ ഖൽക്കിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനാക്കാണ് എൻ്റെ നഫ്സ് ഖൈറാണെന്ന് കണ്ട മുത്തക്കബിറായി. അതാ ബൽ പിന്നെന്ത് വേണം? യംബഗി അൻ തഅലമ അന്നൽ ഖൈറ മൻ ഹുവ ഖൈറുൻ ഇൻദല്ലാഹി തആല ഫിദ്ദാരിൽ ആഖിറ. ആരാ ഖൈറ് തീരുമാനിക്കേണ്ടത്? ദാറുൽ ആഖിറത്തിൽ, പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഖൈറ് ഉള്ളവൻ ആരാണോ അവരാണ് ഈ ലോകത്തും ഖൈറുള്ളതാണ്. പക്ഷേ പരലോകത്ത് പോയാലല്ലേ തിരിയും. ദാലിക ഗൈബുൻ, അതിപ്പം പറയാനാവില്ല അല്ലേ. വഹുവ മൗഖൂഫുൻ അലൽ ഖാത്തിമ, അത് മരിക്കുമ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. മരിക്കുമ്പോൾ എന്ന് അതിനെപ്പറ്റി എല്ലാം തിരിയലി ആ ജംഗ്ഷനിൽ പിടിക്കുക. അപ്പം വഅ്തിഖാദുക ഫീ നഫ്സിക അന്നക ഖൈറുൻ മിൻ ഗൈരിക ജഹ്ലുൻ മഹ്വ്, മറ്റുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് ഞാനാണ് ഖൈറ് എന്ന് വിചാരിക്കൽ തനിച്ച ജഹിലാണ് അല്ലേ.
അതാ ബൽ യംബഗി അല്ലാ തൻദുറ ഇലാ അഹദിൻ ഇല്ലാ വതറ അന്നഹു ഖൈറും മിൻക്. ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും എന്നേക്കാൾ ഖൈർ അയാളാണ് എന്ന് വിചാരിക്കലാണ് വേണ്ടത്. വ അന്നൽ ഫദ്ല ലഹു അലൈക വ തസ്ദരി നഫ്സക. നിൻ്റെ നഫ്സിനെ കുറഞ്ഞു കാണുകയും ഫദ്ൽ അദ്ദേഹം അവനാണ് മനസ്സിലാക്കാം. അതിന് ഉദാഹരണം പറയുന്നതാണ്. അങ്ങനെ ഫഇൻ റഅയ്ത സഗീറൻ, നിന്നെ കാണാൻ പ്രായം കുറഞ്ഞ ഒരാളെയാണ് നീ കണ്ടതെന്ന് നോക്ക്. എന്നാലോ ഖുൽത, നീ പറയേണ്ടത് ഹാദല്ലദീ ലം യഅസില്ലാഹ, ഇയാൾ ഒരു കുറ്റം ചെയ്യാത്ത കുട്ടിയാണ് അല്ലേ. വാൻ ആസൈത്തുഹു, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്. ഫല അശക്ക അന്നഹു ഖൈറും മിന്നി, അപ്പോൾ നതീജ എന്തായി? എന്നെക്കാണ് ഖൈറായ ആളായില്ലേ. ഇനി വഇൻ റഅയ്ത കബീറൻ, നിന്നെ കാണാൻ പ്രായം കൂടിയ ആളെ കണ്ടെന്ന് നോക്കാം. ഖുൽത ഹാദാ ഖൈറും മിന്നി, ഇയാൾ എന്നെക്കാണ് ഖൈറാന്നുകൊണ്ട് അബദല്ലാഹ കബിൽ, എന്നെക്കാണ് കുറേ നിസ്കാരവും നോമ്പും എന്തല്ലോ കുറേ കൂടിയ പരിചയമുള്ള ആളല്ലേ അല്ലേ. വഇൻ റഅയ്ത ആലിമൻ, നീ ഒരു ആലിമിനെയാണ് കണ്ടതെങ്കിലോ ഖുൽത ഹാദാ ഖദ് ഉഅതിയ മാ ലം ഉഅത, എനിക്ക് നൽകപ്പെടാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വ ബലഗ മാ ലം അബ്ലുഗ്, ഞാൻ എത്താത്ത പദവിയിലേക്ക് ഈ ആലിം എത്തിയിട്ടുണ്ട്. വ അലിമ മാ ജഹിൽതു, എനിക്ക് വിവരമില്ലാത്തത് എന്തായി അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ഫകൈഫ അകൂനു മിസ്ലഹു, ഞാനാൾ തുല്യമായിട്ടില്ലല്ലോ. ഇനി ആരെ കാണലി? വൈൻകാന ജാഹിലൻ, ഇനി കണ്ടത് ജാഹിലാണ്, ഏതെങ്കിലും ഒന്നിനായിരിക്കുമല്ലോ കാണലി. ഖുൽത ഹാദാ ഖദ് അസല്ലാഹ തആല ബി ജഹിലിൻ, അയാൾ വിവരമില്ലാതെ എന്തെല്ലോ കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലേ. അയാൾക്കാണ് ഇൽമല്ലേ, നീ കുറ്റം ചെയ്ത് വിവരത്തോടു കൂടിയാണല്ലോ. അപ്പോൾ ആർക്കാ ഗൗരവം? വഅന അസൈതുല്ലാഹ ബി ഇൽമിൻ, അറിവുള്ളതോടൊപ്പമാണ് ഞാൻ കുറ്റം ചെയ്തത്. അതുകൊണ്ട് ഫഹുജ്ജത്തുല്ലാഹി അലയ്യ അക്ബർ, അള്ളാഹു തആല എനിക്ക് എൻ്റെ മേലിൽ വെച്ച ഹുജ്ജത്ത് ഇതിനാക്കാണ് വലുതാണ്. മറ്റോനിക്ക് എന്നിട്ട് ഉസ്റുണ്ട്. വമാ അദ്രി ബിമ യുഖ്തമു ലീ വബിമ യുഖ്തമു ലഹു, അവൻ എങ്ങനെ ഖാത്തിമത്തിലാകും ഞാൻ എങ്ങനെ ഖാത്തിമത്തിലാകും ഇപ്പൊന്നും പറയാൻ കഴിയില്ല എന്ന്. ഇനി വഇൻ റഅയ്ത കാഫിറൻ, ഏറിപ്പൻ എന്താണ് ഒരു കാഫിറിനെ കാണലേ. ഖുൽത ലാ അദ്രി അസാ അൻ യുസ്ലിമ, അയാൾ മുസ്ലിം ആവാൻ തരമുണ്ടല്ലോ. ഇതല്ലേ ഉമർച്ചേ മക്കാരോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് വരാൻ നബി തങ്ങളെ തല കൊണ്ടിട്ട് ഇവിടെ തൂക്കുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം. പോകുന്ന ബൈക്ക് തിരിച്ചു വരുമ്പോൾ വരാമെന്ന്. അശറത്ത് മുബശ്ശിറപ്പെട്ട രണ്ടാമത്തെ ആളായി. സഹാബത്തിനെ നിരത്തിയിട്ടാണ് തക്ബീർ ചൊല്ലി കഅബ തവാഫ് എന്ന് പറഞ്ഞു. ആരാ എതിർക്കുന്നവനെ കാണട്ടെ എന്ന്. അതാ റസാലിമാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ പോക്ക് നോക്കിയാൽ നിങ്ങൾ എന്ത് ബുദ്ധി പറയും, തിരിച്ചു വരുമ്പോൾ ഉണ്ടായ അവസ്ഥ എന്ത് പറയും. അതാ അയാൾ മുസ്ലിം ആവാം. വയുഖ്തമു ലഹു ബി ഖൈറിൽ അമൽ, അപ്പോൾ എന്താ ഈമാനോടുകൂടി അയാൾ മരിച്ചെന്ന് വരും. വയൻസല്ല ബി ഇസ്ലാമിഹി മിൻ ദുനൂബിഹി, അവൻ്റെ ദോഷങ്ങളെല്ലാം ഇസ്ലാമാകലോടുകൂടി പോയി. കമാ തൻസല്ലു ശഅറത്തു മിനൽ അജീൻ, ഒരു ഗോതമ്പ് മാവിലൊരു മുടി വെട്ടാല മുടി ഇങ്ങോട്ട് കളയുന്നില്ലേ എന്നതുപോലെ ദോഷങ്ങളെല്ലാം അങ്ങോട്ട് പോയി. അമ്മാന, എൻ്റെ കാര്യമോ ഫാഷ അൻ യുദല്ലനില്ലാഹു, അല്ലാഹു തആല എന്നെ വെടികടിലാക്കാനും തരമുണ്ട്. ഫാക്കുഫറ, അപ്പം എന്താകും? കുഫർ വരും. ഫയുഖ്തമലി ബിസൂഇൽ അമൽ, മോശമായ അമലുകൊണ്ട് അവസാനിച്ച്. ഫയക്കൂനുഹു ബഗദൻ മിനൽ മുഖറബീൻ വഅന അകൂനു മിനൽ മുബ്അദി, ആ വ്യക്തി എന്താകും? അള്ളാഹിൻ്റെ മുഖറബീങ്ങളിൽപ്പെടും, ഇവനോ അകറ്റപ്പെട്ടവനുമായി മാറി. ചുരുക്കത്തിൽ ഫലാ യഖ്റുജുൽ കിബ്റു മിൻ ഖൽബിക ഇല്ലാ ബി അൻ തഅരിഫ അന്നൽ കബീറ മൻ ഹുവ കബീറുൻ ഇൻദല്ലാഹി തആല. കീബർ മനസ്സിൽ നിന്ന് പോകൂല എത്താൽ കാലത്തോളം കബീർ വലിയ ഒരാൾ എന്നുള്ളത് അല്ലാഹു തആല വലിയവനാക്കിയവനാണ് വലിയവന്, നീ തീരുമാനിക്കും പോലെ അല്ല. അപ്പോൾ ദാലിക മൗഖൂഫൻ അലൽ ഖാത്തിമ, അത് അവൻ്റെ അവസാനത്തിൻ്റെ മുകളിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വഹു മഷ്കൂക്കും ഫീ, അതാണെങ്കിലോ നമുക്ക് തിരിയുകയും ചെയ്യില്ല. അപ്പോൾ ഫയസ്അലുക ഖൗഫു സൂഇൽ ഖാത്തിമ, അപ്പോൾ അന്ത്യസമയം മോശമായി പോകലിനെത്തൊട്ടുള്ള പേടിയുണ്ടല്ലോ, അതെന്താക്കും? നിന്നെ തടയും. അൻ തതകബ്ബറ, കിബ്ർ കാട്ടലിനെത്തോട് തടയും. ഇതോടൊപ്പം അശക്കി ഫീഹ അല ഇബാദില്ലാഹി തആല, ഇത് ഈ സൂൽ ഖാത്തിമത്ത്, ഖാത്തിമത്ത് എന്താണെന്ന് ആർക്കും തീരുമാനിക്കാൻ കഴിയില്ലല്ലോ, ആ രൂപത്തിലാണ്. വയഖീനുക വ ഈമാനുക ഫിൽ ഹാലി ലാ യുനാഖിദു തജ്വീസ് അത്തഗ്യീർ ഫിൽ ഇസ്തിഖ്ബാൽ, ഈ അവസരത്തിൽ എനിക്ക് നല്ല യഖീനുണ്ട്, നല്ല ഈമാനുണ്ട്, അത് സൂൽ ഖാത്തിമത്ത് വരൂല എന്നതിൻ്റെ തെളിവല്ല. ഇപ്പം വളരെ കുഫറിൽ കഴിയുന്നു, അയാൾ അന്ത്യം നന്നാവൂല എന്നുള്ളതിന് തെളിവല്ല. ഒരൊറ്റടിക്കും അറിയാം. ഞാൻ മുഖല്ലിബുൽ ഖുലൂബി
ഫഇന്നല്ലാഹ മുഖല്ലിബുൽ ഖുലൂബ് യഹ്ദി മൻ യശാ വയുളില്ലു മൻ യശാ. കൽബൾ ഇങ്ങനെയാണെന്നാണ്. വൽ അഖ്ബാറു ഫിൽ ഹസദി വൽറിയാഇ വൽ കിബ്രി കസീറ. ഹസദിനെ സംബന്ധിച്ച്, റിയാഇനെ സംബന്ധിച്ച്, കിബറിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. വയക്ഫീക മിൻഹ ഹദീസും വാഹിദുൻ ജാമി. ഇത് മിൻഹാജിലും പറഞ്ഞിട്ടുണ്ട്. മിൻഹാജുൽ കബീറുണ്ടല്ലോ അതിൽ. അതിന് ഒറ്റ ഹദീസേ ഞാൻ പറയുന്നുള്ളൂ, അതിലെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഫഖദ് റവ ഇബ്നുൽ മുബാറക്കി, അബ്ദുല്ലാഹിബിനുൽ മുബാറക്ക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു ബിസ്നാദിഹി, മൂപ്പർ സനദ് പറഞ്ഞുകൊണ്ട്. സനദ് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് മുസ്നദായ കിതാബിൽ പറയും. അൻ റജുലിൻ, ഒരു വ്യക്തി, അന്നഹു ഖാല ലി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സഹാബിയാണല്ലോ, മൂപ്പരോട് ചോദിച്ചു, യാ മുആദു ഹദ്ദിസ്നി ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ട ആളാണല്ലോ, താങ്കളെ വക്കൽ നിന്ന് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം. മുആദ് തങ്ങളോടാ പറയുന്നു. ഫബക മുആദുൻ, അത് പറഞ്ഞപ്പോൾ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞു. ഹത്താ ലനൻതു അന്നഹു ലാ യസ്കുതു, ഇനി കരച്ചിൽ നിർത്തൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. കരച്ചിൽ നിർത്തിയിട്ട് വേണ്ട എന്തെങ്കിലും പറയാൻ, കരച്ചിൽ നിർത്തൂല. സുമ്മ സക്കത്ത, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തി. സുമ്മ കാല, ആര് പറയുന്നു? മുആദ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതാണ്. യഖൂൽ, തങ്ങൾ പറയുന്നു, യാ മുആദു, മുആദേ, ഇന്നി മുഹദ്ദിസുക ബി ഹദീസിൻ, ഞാൻ നിനക്ക് ഒരു ഹദീസ് പറയുന്നുണ്ട്. ഇൻ കുന്ത ഇൻ അന്ത ഹഫിൽതഹു, നീ അത് ശരിക്കും ഹൃദിസ്ഥമാക്കിയാൽ നഫഅക, അതെനിക്ക് വളരെ ഉപകാരത്തിനെത്തും. വ ഇന്നന്ത ലയ്യഅതഹു, അത് തള്ളിക്കളഞ്ഞാലോ, വലം തഹഫളുഹു, അത് ഇൻഖതഅത് ഹുജ്ജതുക ഇൻദല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിനക്ക് അല്ലാഹുവിനോട് പറയാനുള്ള ഹുജ്ജത്ത് ഉണ്ടാവില്ല, എന്തെങ്കിലും ഉതിർ അത് മുറിഞ്ഞു പോയിരിക്കുന്നു, അതിനി ഉതിരുണ്ടാവില്ല എന്ന് പറഞ്ഞു. യാ മുആദ്, ഹദീസ് തുടങ്ങുന്ന, യാ മുആദ്, ഇന്നല്ലാഹ ഖലഖ സബ്അത അംലാക്കിൻ, അല്ലാഹു തആല 7 മലക്കുകളെ പടച്ചിട്ടുണ്ട്. ഖബല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു തആല പടക്കുന്നതിന് മുമ്പായിട്ട് 7 മലക്ക്. സുമ്മ ഖലഖ സമാവാതി, പിന്നെ ആകാശത്തിനെ പടച്ചു. ഫജഅല ലികുല്ലി സമാഇ മിനസ് സബ്ഇ, 7 മലക്കുണ്ടല്ലോ, ആ മലക്കിൽ 7 മലക്കൻ ബവ്വാബൻ അലൈഹ, ഓരോ മലക്കിനെ ഓരോ ആകാശത്തിൽ വാതുക്കൽ നിർത്തുകയാണ്. ഫതസ്അദുൽ ഹഫലതു ബി അമലിൽ അബ്ദി, അടിമ ചെയ്ത ഒരമലുമായിട്ട് ഈ ഹാഫിദീങ്ങളായ മലായിക്കത്തുണ്ടല്ലോ, നമ്മളെ ഖൈറും ശർറൊക്കെ രേഖപ്പെടുത്തിയ ആ മലായിക്കത്ത് എന്താക്കും? മിൻ ഹീന യുസ്ബിഹു ഇലാ ഹീന യുംസ, ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത അമലെല്ലാം റെക്കോർഡാക്കി അമലുമായിട്ട് പോകുന്നു. ലഹു നൂറും കനൂറി ഷംസ്, സൂര്യനുള്ള പ്രകാശം പോലെ ആ അമലിന് പ്രകാശമുണ്ട്. ഹത്താ ഇദാ സഇദത് ബിഹി ഇലാ സമാഇ ദുനിയ, ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തി. സക്കത്തുഹു വ കസറത്തുഹു, മലായിക്കത്ത് പറയുന്നത് എന്തോരം അല്ലാഹു തആല എന്തൊരു നല്ല അമല്, എത്ര അധികം ഉണ്ട് എന്നൊക്കെ മലായിക്കത്ത് എന്താകാൻ പുകഴ്ത്തി പറയും. ഫയഖൂലുൽ മലക്കുൽ മുഅക്കലു ബിഹ, അപ്പോൾ ഏൽപ്പിക്കപ്പെട്ട 7 മലക്കിൽപ്പെട്ട ഒന്നാമത്തെ മലക്കുണ്ടല്ലോ, ലിൽ ഹഫലത്തിനോട് പറയും, ഇദ്രിബു ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹി, ഈ അമൽ കൊണ്ടുപോയിട്ട് അത് അമൽ ചെയ്ത സാഹിബിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത്. നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞൊന്നുകൂടി ഇല്ല. ഫാന സാഹിബുൽ ഗീബ, ഞാൻ ഗീബത്ത് പരിശോധിക്കാനുള്ള സാഹിബാണ് ഒന്നാമത്തെ മലക്ക്. ഇദ്രിബു ബിഹാദൽ അമലി, അതാ ഫാന സാഹിബുൽ ഗീബ. അമറനി റബ്ബി അല്ലാ ദഅ അമല മൻ ഇഗ്താബൻ നാസ, ജനങ്ങളെ ഗീബത്ത് പറഞ്ഞ ഒരാളെ അമൽ ഇതിൽ കൂടി കടത്തിവിടാൻ അല്ലാഹു തആല എനിക്ക് സമ്മതിക്കുന്നില്ല. യുജാബിസ്നി ഇലാ ഖൈരി, മറ്റുള്ള ആൾക്ക് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുമതിയില്ലാണ്ട് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാണ്. അപ്പോൾ ഒന്നാമത്തെ ആകാശം പോയി. കാല എന്ന് റാവി പറയുന്നു, സുമ്മ തഅത്തിൽ ഹഫലതു ബി അമലിൻ സാലിഹിൻ മിൻ അമാലിൽ അബ്ദി, അടിമ ചെയ്ത സാലിഹായ അമലുള്ള ഒരമലുമായിട്ട് പോകുന്നു. ഫതുസക്കീഹി വതുകസ്സിറുഹു, അതാ നല്ല അമലായിട്ടുണ്ട്, വലിയ അമലുണ്ട്, ധാരാളമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹത്താ തബ്ലുഗ ബിഹി ഇല സമായി സാനിയ, രണ്ടാമത്തെ ആകാശത്തിലേക്ക് എത്തി. ഫയഖൂലു ലഹുമുൽ മലക്കുൽ മുഅക്കലു ബിസ്സമായി സാനിയ, രണ്ടാമത്തെ ആകാശത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുന്നത് എന്താ? ഖിഫു,
അവിടെ നിൽക്ക് പോകല്ല. വന്നിരിയുമ്പോൾ ബിഹാദൽ അമലി വജഹ സ്വാഹിബിഹി, ഈ അമലി ആ ചെയ്ത വ്യക്തിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അന മലക്കുൽ ഫഹ്ർ, ഫഹ്ർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ചെക്കിങ് അന്ന് എനിക്ക്. ഇന്നഹു അറാദ ബി അമലിഹി ഹാദ അറലദ്ദുന്യ, ഇയാൾ ദുന്യാവിൻ്റെ ഒരു അറലാണ്, ഒരു ചരക്കാണ് ഇയാൾ കരുതിയത്. അമറനി റബ്ബി അല്ലാതെ അമലഹു ജുജാബസിൻ ഇലാ ഗൈരി, ഇദ്ദേഹത്തിൻ്റെ അമല് മറ്റൊന്നിലേക്ക് കടത്തിവിടാൻ എന്താക്കുന്നില്ല, അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ ആകാശത്തിൽ ഇന്നഹു കാന യഫ്തഖിറു അലന്നാസി ഫി മജാലിസിഹി, ജനങ്ങളിരിക്കുന്ന മജ്ലിസുകളിൽ അയാൾ വലിയ ഫഹ്ർ നടിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് അമൽ സ്വീകാര്യമല്ല. അപ്പോൾ രണ്ടിന്നും മടക്കി. കാല മൂന്നെണ്ണേ വതസ്അദുൽ ഹഫളത്തു ബി അമലിൽ അബ്ദി, അബ്ദിൻ്റെ അമലുമായി ഹാഫിളീങ്ങളായ മലായിക്കത്ത് കയറുന്നു. യബ്തഹിജ നൂറൻ മീൻ, നൂറിനാൽ എന്താക്കുന്നു, ഇങ്ങനെ തിളങ്ങുകയാണ്. എന്തെല്ലാം അമല്? മീൻ സദഖ ഉണ്ട്, സിയാമുണ്ട്, സ്വലാത്തുണ്ട്. അത് ആജബൽ ഹഫള, ഹാഫിളീങ്ങളായ മലായിക്കത്തിനെ അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫയുജാബിസൂന ബിഹി ലസാമ ഇസ്സാലിസ, മൂന്നാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ ഫയഖൂലു ലഹുമുൽ മലക്കുൽ മുഅക്കലു ബിഹാ, മൂന്നാമത്തെ ആകാശത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ഖിഫു വദ്രിബു ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കൊണ്ടുപോയി അടിച്ചേന്ന്. അന മലക്കുൽ കിബിർ, ഞാൻ കിബിറുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. എന്തുകൊണ്ട്? അമറനി റബ്ബി അല്ലാതെ അമലഹു ജാബിസുനി ഇലാ ഗൈരി, ഇദ്ദേഹത്തിൻ്റെ അമലുമായി മറ്റൊന്നിലേക്ക് കടന്നു പോകാൻ അള്ളാഹു തആല തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇന്നഹു കാന യതകബ്ബറു അലന്നാസി ഫി മജാലിസിഹിം, ഇയാളെ മജ്ലിസിൽപ്പെട്ട ജനങ്ങളുടെ പേരിൽ കിബിർ നടിക്കുന്ന ഒരാളായിരുന്നു പോകുന്നത്. മൂന്നായ ഖാല വതസ്അദുൽ ഹഫളത്തു ബി അമലിൽ അബ്ദി, അബ്ദിൻ്റെ അമലുമായിട്ട് ഹാഫിളീങ്ങളായ മലായിക്കത്ത് കയറുന്നു. യസ്ഹറു കമാ യസ്ഹറുൽ കൗകബു ദുർരിയ്യു, നല്ല മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ പ്രകാശിക്കുന്നു. വലഹു ദവിയ്യും മിൻ തസ്ബീഹിൻ വസലാത്തിൻ വസിയാമിൻ വഹജ്ജിൻ വഉംറ, ഇതൊക്കെ അവൻ്റെ പട്ടികയിലുണ്ട്. അങ്ങനെ ഹത്ത ഉജാബിസു ബിഹി സമാ റാബിഅ, നാലാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ ഫയഖൂലു ലഹുമുൽ മലക്കുൽ മുഅക്കലു ബിഹ, അവിടെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുന്നു ഖിഫു വദ്രിബു ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി വളഹ്റഹു വബത്നഹു, ഇവൻ്റെ അമലെടുത്തിട്ട് ആ അമൽ ചെയ്ത മനുഷ്യൻ്റെ മുഖത്തും ലഹ്റിലും ബത്തിലും എല്ലാം അടിച്ചോ. എന്താണ്? അന സാഹിബുൽ ഉജ്ബ്, ഉജ്ബ് ചെക്ക് ചെയ്യാനുള്ള മലക്കാന്ന് ഞാൻ. അമറനി റബ്ബി അല്ലാതെ അമലഹു ജാബിസുനി ഇലാ ഗൈരി, ഈ അമലുമായി മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകലിനെ തൊട്ടിട്ട് റബ്ബ് തടഞ്ഞിട്ടുണ്ട്. ഇന്നഹു കാന ഇദാ അമില അമലൻ അദ്ഖലൽ ഉജ്ബ ഫീഹി, അടാ അവനൊരു അമൽ ചെയ്താൽ എന്താക്കും? ഉജ്ബ് കരുതിപ്പോവും, ആ ഇത്ര നല്ല ഞാൻ ചെയ്തെന്ന്. ഇപ്പം എത്രയായി? 4. ഖാല വതസ്അദുൽ ഹഫളത്തു ബി അമലിൽ അബ്ദി ഹത്താ ഉജാബിസു ഇല സമാഇൽ ഖാമിസ, അമലുമായിട്ട് 5ാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് കഅന്നഹുൽ അറൂസുൽ മസ്ഫൂഫത്തു ഇലാ അഹ്ലിഹാ, അതാ ഇപ്പം പുതിയതായി വിവാഹം കഴിക്കപ്പെട്ട പെണ്ണില്ലേ, അതിനാണ് അറൂസ്. ആ അറൂസിനെന്താക്കും? ചമയിച്ചിട്ട് ഭർത്താവിൻ്റെ വഴിയിലേക്ക് യാത്ര ആക്കുമല്ലോ കുറേ ആൾ കൂടിയിട്ട്, എന്നതുപോലെയായിരിക്കും അമൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഫയഖൂലു ലഹുമുൽ മലക്കുൽ മുഅക്കലു ബിഹ, അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ഖിഫു, അവിടെ നിൽക്ക്, വദ്രിബു ബിഹാദൽ അമലി വജ്ഹ സ്വാഹിബിഹി, ഇതിൻ്റെ സാഹിബിൻ്റെ മുഖത്തടിക്ക്, വലഹ്റഹു അദ്ദേഹത്തിൻ്റെ പുറത്തു അടിക്ക്, വഹ്മിലു അല ആത്തിഖി ഇയാളെ ചുമലിൽ വെച്ച് കൊടുത്തേ. അന മലക്കുൽ ഹസദ്, ഹസദിനെ ഞാൻ ഹസദുള്ളാളെന്നല്ലേ, ഹസദ് ചെക്കിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓരോ രംഗത്തും 7 മദ്മൂമായ ഖുലുഖുണ്ടാകും. ഇന്നഹു കാന യഹസുദു മൻ യതഅല്ലമു വയഅമലു ബിമിസ്ലി അമലിഹീന, പഠിക്കുകയും ഇയാളെപ്പോലെ അമൽ ചെയ്യുന്ന ഒരാളെ കണ്ട അയാളുടെ ഹസദാണ്. വകുല്ലു മൻ കാന യഖുദു ഫദ്ലൻ മിനൽ ഇബാദാത്ത് കാന യഹസുദുഹു, ഇബാദാത്തിൽ നിന്ന് ഒരു ഫളിൽ, ഒരു അനുഗ്രഹം കരസ്ഥമാക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾക്ക് ഹസദായി. വയഖഉ ഫീഹിം, പിന്നെ അയാളെ കുറവറിയില്ലായി, പിന്നെ മറികടക്കാൻ നോക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. അമറനി റബ്ബി അല്ല അത് അമലഹു ജാവസിനു ഇലാ ഗൈരി, എന്നോട് റബ്ബ് കൽപ്പിച്ചത് ഇയാളെ അമലി വിട്ട് കിടത്തണ്ട എന്നാണ്. ഇനി 6 അതാ വതസ്അദുൽ ഹഫളത്തു ബി അമലിൽ അബ്ദി മിൻ സിയാമിൻ മിൻ സ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വഹജ്ജിൻ വഉംറ, ഇതെല്ലാം അമലിലുണ്ട്.
ഫയുജാബിദൂന ബിഹി ലസമായി സാദിസ, ആറാമത്തെ ആകാശത്തിലേക്ക് എത്തുമ്പോൾ ഫയഖൂലു ലഹും വൽ മലക്കുൽ മുഅക്കലു ബിഹാ, 7 മലായിക്കത്ത് പറഞ്ഞില്ലേ, അതിൽപ്പെട്ട മലക്ക് പറയും ഖിഫു വദ്രിബ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹി, എന്താണ് ഫഇന്നഹു കാന ലാ യർഹമു ഇൻസാനൻ ഖത്തു മിൻ ഇബാദില്ലാഹി തആല അസാബഹു ബലാഉൻ അദുറുൻ. എന്താ ഈ ബലാഗോ പ്രയാസങ്ങളോ ബാധിച്ച ഒരടിമനെ കാണുമ്പോൾ അയാൾക്ക് കാരുണ്യം തോന്നാറില്ല. ബൽ എന്ന് മാത്രമല്ല യസ്മതു ബിഹി, അദ്ദേഹത്തിന് അതുണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് ഇപ്പം പോകുന്നത്. അതിന് ഷമാത്തത്ത് അന മലക്കുർ റഹ്മ, ഇവനിൽ റഹ്മത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. അമറനി റബ്ബി അല്ലാതെ അമല ഹുജാബിസുനില ഗൈരി, മറ്റുള്ള ആകാശത്തിലേക്ക് കടത്താൻ പാടില്ല എന്ന് അല്ലാഹു തആല തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അതായിട്ടില്ല, അതെ അത് കാരുണ്യത്തിൻ്റെ അല്ല, അത് പറയാം, അതായത് കാരുണ്യം വേണമെന്ന് പറഞ്ഞേനി. അപ്പോൾ ആർത്തിയില്ലേ, قال وتسعد الحفظة بعمل العبد من صلاة وصيام ونفقة وجهاد وورع, ഇതെല്ലാം ഉള്ള അമല. ലഹു ദബിയ്യും കദബിയ്യിൻ നഹലി, ഈ തേനീച്ചൻ്റെ അവിടെ ഉണ്ടാവില്ല, ഒരു മൊത്തത്തിലൊരു എരമ്പുന്ന ശബ്ദം, ഇതുപോലത്തെ ശബ്ദം കേൾക്കുന്നു. വലൗഉൻ കലൗ ഇശംസ്, അപ്പോൾ അത്രയും നല്ല അമൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ആ മലക്ക് പരിശോധിക്കുന്ന ഒരു മോശമായ ഒരു ഹുലുക്ക് അതിൽ കണ്ടതിൻ്റെ പേരിൽ മൊത്തം തള്ളിക്കളഞ്ഞു. അതല്ല ഇപ്പോൾ സംഗതി. മഅഹു സലാസത്തു ആലാഫി മലക്കിൻ, അതിൻ്റെ കൂടെ 3000 മലായിക്കത്തുണ്ട്. ഫൈജാബിസൂന ബിഹി ഇലസ്സമാഇ സാബിയ, 7ാമത്തെ ആകാശത്തിലേക്ക് എത്തും. ഫയഖൂലു ലഹുൽ മലക്കൽ മുഅക്കലു ബിഹാ, അവിടെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും കിഫു, അവിടെ നിൽക്ക്, വദ്രിബു ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹി, സാഹിബിൻ്റെ മുഖത്തേക്ക് അടിക്ക്, വദ്രിബു ബിഹി ജവാരിഹു, അവൻ്റെ അംഗങ്ങൾക്കും അടി കൊടുക്കും. വാഖഫിലു അലാ കൽബിഹി, കൽബിൻ്റെ അങ്ങടെ പൂട്ടിട്. എന്തുകൊണ്ട്, ഇന്നി അഹ്ജുബു അർ റബ്ബി കുല്ല അമലിൻ ലം യുരിദ് ബിഹി വജ്ഹ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വജ്ഹ ഉദ്ദേശിക്കാത്ത എന്ത് അമലുണ്ടെങ്കിലും തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റിയാദ് ഇന്നഹു അറാദ ബി അമലിഹി ഗൈറല്ലാഹി അസ്സ വജല്ല, ഇയാൾ അമലുകൊണ്ട് അള്ളാഹുവിനെ അല്ലാത്തതിനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇന്നഹു അറാദ ബിഹി റിഫഅത്തൻ ഇൻദൽ ഫുഖഹാ, പണ്ഡിതന്മാരുടെ അടുക്കൽ ഇയാൾക്ക് ഉയർച്ച വേണമെന്നാണ് ഉദ്ദേശിച്ചത്. വദിക്റൻ ഇൻദൽ ഉലമാ, ഉലമായിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് എന്താ ഒരു പ്രശസ്തി വേണം. വസീതം ഫിൽ മദായിൻ, നാടുകളിലൊക്കെ അതൊക്കെ പരസ്യപ്പെടണം. അതുകൊണ്ട് അമറനി റബ്ബി അല്ലാതെ അമലഹു ജാവിസുനില ഗൈരി, മറ്റുള്ളതിലേക്ക് അമൽ കൊണ്ടുപോകാൻ അല്ലാഹു തആല അനുവദിച്ചില്ല. വകുല്ലു അമലിൻ ലം യകുൻ ഖാലിസൻ ലില്ലാഹി തആല ഫഹുവ റിയാഉൻ, അല്ലാഹു തആലാക്ക് ഖാലിസല്ലാത്ത അമലെന്താണ്, അത് റിയാഅാണ്. വലാ യഖ്ബലുല്ലാഹു അമലൽ മുറായിൻ, റിയാ കാട്ടുന്നവരുടെ അമൽ അല്ലാഹു തആല സ്വീകരിക്കില്ല. ഓരോ കാരണങ്ങളാണ് എന്താ ഈ 7 ആകാശത്തു നിന്ന് മുടക്കി. അതിനെടുക്കുമ്പോൾ ഈ സർഹം ഒന്നിച്ച് വെച്ചേക്കാം, അതടുത്തേക്ക് മറിച്ചേ, എല്ലാം തീർന്നിട്ടില്ല. അത് മറ്റേൻ്റെ ഇപ്പോൾ നമുക്ക് ഈ ഹദീസ് തീർന്നിട്ടില്ലല്ലോ, 7 അടുത്തേക്ക് പോയാൽ അപ്പോൾ 7 ഇനി എൻ്റെ ബാക്കി ഹദീസ് പോട്ടെ. ഖാല വതസ്അദുൽ ഹഫളതു ബിഅമലിൽ അബ്ദി മിൻ സ്വലാത്തിൻ വസകാത്തിൻ വസിയാമിൻ വഹജ്ജിൻ വഉംറത്തിൻ വഖുലുഖിൻ ഹസൻ, എല്ലാം ഉണ്ട്. വസൂംത്തിൻ, അനാവശ്യം സംസാരിച്ചിട്ടുമില്ല. വദിക്രില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ദിക്റുണ്ട്. വതുശയ്യിഉഹു മലായികത്തുസ് സമാവാത്ത്, ആകാശത്തിലുള്ള മലായിക്കത്തുകൾ എന്താക്കും, അതിനങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുകയും. ഹത്താ യഖ്തഅബുൽ ഹുജുബ കുല്ലഹ, എല്ലാ മറകളെയും വിട്ട് കടന്ന് ഇലല്ലാഹി അസ്സ വജല്ല അതിലേക്കെത്തി. ഫയഖിഫൂന ബൈന യദൈഹി വയശ്ഹദൂന ലഹു ബിൽ അമലി സ്വാലിഹിൽ മുഖ്ലിസ് ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇഖ്ലാസുള്ള ഒരു അമലായിക്കൊണ്ടെന്താക്കും അവരെല്ലാവരും പറയുന്നു. അതുകൊണ്ട് ഇഖ്ലാസ് കണ്ടെത്താൻ കഴിയില്ലല്ലോ. മലായിക്കത്തിൻ്റെ അല്ലാഹുവിനനുസരിച്ച് പറഞ്ഞു, അല്ലാഹു തആലാക്ക് ഇഖ്ലാസുള്ള ഒരു അമലായിക്കൊണ്ട് എല്ലാവരും സാക്ഷി നിൽക്കുന്നു. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല അൻതുമുൽ ഹഫളതു അലാ അമലി അബ്ദി, എൻ്റെ അബ്ദിൻ്റെ അമല് പരിശോധിക്കുന്ന ഹാഫിദീങ്ങളാണ് നിങ്ങൾ, പക്ഷെ അവൻ്റെ കൽബിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണൂല. തിരിഞ്ഞിട്ടുണ്ടോ? വഅന റഖീബു അലാ മാ ഫി ഖൽബിഹി, കൽബിലെന്തുണ്ട് എന്ന് പരിശോധിക്കുന്ന ആളാണ് ഞാൻ.
ഇന്നഹു ലം യുരിദിനി ബിഹാദൽ അമൽ, ഈ അമൽ കൊണ്ട് എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല. വ അറാദ ബിഹി ഗൈരി, അത് കൊണ്ട് മറ്റൊരാളെയാണ് ഉദ്ദേശിച്ചത്. ഫഅലൈഹി ലഅനതി, അതുകൊണ്ട് എൻ്റെ ലഅനത്ത് അവനിക്കുണ്ട്. ഫതഖൂലുൽ മലായികത്തു കുല്ലുഹും പറയുന്നു അലൈഹി ലഅനതുക വ ലഅനതുന, നിൻ്റെ ലഅനത്തുണ്ടെങ്കിൽ നമ്മളെ ലഅനത്തുണ്ട്. വതൽ അൻഹു സമാവാതു സബ്ഉ വമൻ ഫീഹിൻ, 7 ആകാശങ്ങളും അതിലുള്ളവരും ഇപ്പം ലഅനത്താ ചെയ്തത് അല്ലേ? എല്ലാം പരിശോധന വിട്ടല്ലോ. ഹദീസാര് പറഞ്ഞു മുആദല്ലേ, ഖാല മുആദുൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൻത റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ, വഅന മുആദ്, ഞാൻ ഒരു മുആദ്, ഫകൈഫ ലി ബിൽ ഖലാസി വൻ നജാഹ്, ഇനി രക്ഷാമാർഗം എവിടെയുണ്ട് നബിയെ? ഖാല, തങ്ങൾ പറഞ്ഞു, ഇഖ്തദി ബി, എന്നെ പിന്തുടർന്ന് ജീവിച്ചോ. വ ഇൻ കാന ഫീ അമലിക നഖ്സുൻ, നിൻ്റെ അമലിൽ പോരായ്മകളുണ്ടെങ്കിലും, യാ മുആദ് ഫഹഫദ് ലിസാനക, നിൻ്റെ നാവ് കാക്കുക. എന്തിനെ തൊട്ട്? മിനൽ വഖീഅത്തി ഫീ ഇഖ്വാനിക്, നിൻ്റെ സുഹൃത്തുക്കളെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടുന്നതിൽ തൊട്ട് നീ നാവ് കാത്തോ. മിൻ ഹമലത്തിൽ ഖുർആൻ, ഇഖ്വാൻ ആര്? ഖുർആൻ വഹിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആളുകൾ. വഹമിൽ ദുനൂബക അലൈക, നിൻ്റെ ദോഷം നിൻ്റെ മേൽ തന്നെ ചുമത്തിക്കോ. വലാ തഹമിൽഹ അലൈഹിം, മറ്റുള്ള ആളെ ചുമത്തണ്ട. അപ്പോൾ നീ കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്ക് ദോഷമുണ്ടെന്ന് പറയണ്ട. വലാ തുസക്കി നഫ്സകത, വലാ തുസക്കി നഫ്സക, നിൻ്റെ നഫ്സിനെ നീ പുകഴ്ത്തണ്ട. ബിദംബിഹിം, അവർ ആക്ഷേപിച്ചു കൊണ്ടിട്ട്. അപ്പോൾ അവർ ആക്ഷേപിക്കുമ്പോൾ എന്തായി? ഓർമ്മൽ ദോഷം ചുമത്തലായില്ലേ. വലാ തർഫഅ നഫ്സക അലൈഹിം, അവരെ മേൽ നിൻ്റെ നഫ്സിനെ നീ ഉയർത്തിക്കാണണ്ട. വലാ തുദ്ഖിൽ അമല ദുനിയ ഫി അമലിൽ ആഖിറ, ആഖിറത്തിൻ്റെ അമലിൽ നിൻ്റെ അമല് കൂട്ടിക്കലർത്തണ്ട. വലാ തതകബ്ബർ ഫി മജ്ലിസിക, നിന്നെ മജ്ലിസ് നീ കിബിർ കാട്ടണ്ട. ആഖിറത്തിൻ്റെ അമല് കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കല്. ലികൈ യഹ്ദറന്നാസു മിൻ സൂഇ ഖുലുഖിക, നിൻ്റെ ചീത്ത സ്വഭാവത്തിനെ തൊട്ട് ജനങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം പിടിക്കൂപ്പ, അയാളുടെ കോളുകളൊക്കെ ഉണ്ടാക്കും. വലാ തുനാജ് റജുലൻ വൈന്ദക്ക ആഹറു, നിൻ്റെ അടുക്കൽ ഒരാളുണ്ടാകുന്ന അവസരത്തിൽ അയാളെയും വെച്ചിട്ട് എന്താക്കുക, നീ രഹസ്യ മുനാജാത്ത് നടത്താൻ പാടില്ല. അപ്പോൾ അയാൾക്ക് എന്തുണ്ടാവും? എന്താണെന്നുള്ളത് എന്നെപ്പറ്റി പറഞ്ഞ 3 ആളുണ്ട്, അയാളെ മാറ്റി നിർത്തിയിട്ട് ഇയാളുടെ സ്വകാര്യം പറയാം. വലാ തതഅല്ലം അലന്നാസ്, ജനങ്ങളെ പേരിൽ നീ വലിയ ആളാണ്ട. അതീമകലി ഫയൻഖതി അൻക ഖൈറുദ്ദുനിയ വൽ ആഖിറ, അങ്ങനെ വന്നാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറ് നിനക്ക് നഷ്ടപ്പെടും. വലാ തുമസ്സിഖിന്നാസ ബിലിസാനിക്, നിൻ്റെ നാവ് കൊണ്ട് ജനങ്ങളെ പറിച്ചു കീറണ്ട. ഫതുമസ്സിഖക കിലാബുന്നാർ യൗമൽ ഖിയാമത്തി ഫിന്നാർ, ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തിൽ നരകത്തിലുള്ള നായ്ക്കൾ നിന്നെയും പറിച്ചു കീറും. എന്നിട്ടോ ഖാല അല്ലാഹു തആല വന്നാസിതാതി നഷ്താ എന്നല്ലേ ഖുർആനിൽ. അതിനർത്ഥം എന്താ? ഹൽ തദ്രി മാഹുന്ന യാ മുആദ്, ഈ നാസിതാതി നഷ്തൻ എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ മുആദേ? ഖുർആനിലെ തഫ്സീർ അവരോട് ഖാല ഖുൽതു ബി അബീ വ അൻത വമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കേക്കാളും തങ്ങളാണ് എനിക്ക് വലുത്. മാഹുന്ന, എന്താണ് വന്നാസിതാതി നഷ്താ എന്ന് പറഞ്ഞത്? ഖാല കിലാബും ഫിന്നാർ, നരകത്തിലുള്ള നായ്ക്കളാണ്. തൻഷിത്തുൽ ലഹമ മിനൽ ആദമി, മനുഷ്യന്മാരെ എല്ലിൽ നിന്ന് മാംസം അത് പറിച്ചെടുക്കും. അതാണ് ആ ആയത്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ഖുൽതു, ഞാൻ പറഞ്ഞു, ബി അബി അൻത വമ്മി യാ റസൂലല്ലാഹ് ഫമൻ യുതീഖു ഹാദിഹിൽ ഖിസാൽ വമൻ യൻജൂ മിഹാ, അതാ ഈ പറഞ്ഞ കാര്യമെല്ലാം ആർക്കാണ് പാലിക്കാൻ കഴിയുക? ഇത്രയും സൂക്ഷ്മമായൊരു ജീവൻ നയിക്കാൻ ആർക്ക് കഴിയും? ഖാല യാ മുആദു ഇന്നഹു ലയസീറുൻ ലിമൻ യസറഹുല്ലാഹു അലൈഹി, അല്ലാഹു തആല ആർക്ക് എളുപ്പമാക്കി കൊടുത്താൽ അതൊക്കെ എളുപ്പമാണ് അല്ലേ? അല്ലാഹു തആല ആർക്കാണോ എളുപ്പമാക്കി കൊടുത്തത് അവർക്ക് എളുപ്പമുണ്ടാവും. ഖാല പറഞ്ഞു, യാ മുആദു ഇന്നഹു ലയസീറുൻ. ഖാല റാവി ആരാന്ന്? മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വക്കത്ത് റിവായത്ത് ചെയ്ത ആൾ. ഫമാ റഅയ്തു അഹദൻ അക്തറ തിലാവത്തൻ ലിൽ ഖുർആനി മിൻ മുആദിൻ, മുആദ് തങ്ങളേക്കാൾ ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ ഗൗരവം ഓർത്തിട്ട് എന്താക്കും? മൂപ്പർ ഖുർആൻ ഓത്തി തന്നെ അങ്ങോട്ട് കഴിഞ്ഞുവിടലാണ്. ആര്? മുആദ്. അതുകൊണ്ട് ഫതഅമ്മൽ അയ്യുഹർ റാഗിബു ഫീ തലബിൽ ഇൽമി ഹാദിഹിൽ ഖിസാൽ, അതാ ഇൽമ് തേടുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയോട് പറയുന്നത്, ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നീ എന്താക്കണം? ആലോചിക്കണം. വഅലം അന്ന അഅലമൽ അസ്ബാബി ഫീ റുസൂഖി ഹാദിഹിൽ ഖബായിസി ഫിൽ ഖൽബി,
കൽബിൽ ഇത്തരത്തിലുള്ള മോശമായ എന്തുണ്ട് ഉജുബ്, കിബർ, റിയാ, ഹസദ് ഇതൊക്കെ പൂണ്ട് പിടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? തലബുൽ ഇൽമി ലി അജ്ലിൽ മുബാഹാത്തി വൽ മുനാഫസത്തി. ജനങ്ങളെ മുമ്പിൽ എന്താക്കണം? വലിയ പേരും പെരുമയും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെക്കാൾ മറികടന്ന ആ ആവശ്യത്തിന് വേണ്ടി ഇൽമു തേടിക്കാണ്. അപ്പോൾ ഇൽമു തേടുന്ന വിഷയത്തിലാണ് ആകെ പോയത്. വൽ ആമിയു, എന്നാലോ ഒന്നും ഇൽമു പഠിക്കാൻ പോകാത്ത ആമിയി ബി മാസിൻ നക്സന ഹാദിഹിൽ ഹിസാൽ, ഇതിനെ തൊട്ടെല്ലാം ഭൂരിപക്ഷത്തിനെ തൊട്ട് ഒഴിഞ്ഞ ആളുകളാണ്. ഇതൊന്നും പൊതുജനങ്ങൾക്കൊന്നുമില്ല. വൽ മുതഫഖിഹു മുസ്തഹദഫുല്ലഹ, ഈ ഫിഖ് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ഇത് ഒരു നോട്ടക്കുറിയാണ്. ഇതെല്ലാം വന്നു ചേരാൻ എന്താണ് വഹു മുത്തഅല്ലിഖുൽ ഹലാക്കി ബിസബബിഹ, ഈ ഖബായിസായ ഔസാഫുകൾ അദ്ദേഹത്തിന് പിടികൂടുന്ന കാരണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഹലാക്കിൻ്റെ വക്കത്താണ് ആരുള്ളത് പഠിക്കാൻ പോകുന്നവന്. അവിടെ ചുമട്ട് വയ്ക്കുന്ന കൈവണ്ടി എന്തെന്ന് വേർപ്പലിപ്പിച്ച് പണിയെടുക്കുന്ന എനിക്കൊന്നുമില്ല, അവൻ വളരെ ഖാലിസാണ്. തീരുവോ? എത്ര പേജുണ്ടെന്ന്? അപ്പം നീ അവിടെ എന്തോ ഷറഹ് വെച്ചാൽ ആ 1-ാം നമ്പറല്ലേ തീരാനാ? അല്ലല്ല, ഇവിടെ മറിക്കുമ്പോൾ 5-10 പേജ് കാണുന്നുണ്ടല്ലോ. 126 ഇപ്പോൾ 26 കഴിഞ്ഞു 27, 28, 29. എന്നാൽ പിന്നെ അത് ഒറ്റ അടിക്ക് 5 മിനിറ്റ് കൊണ്ട് തീർത്തേക്കാം. അത് പിന്നെ ഒരു ഉപദേശമേ ഉള്ളൂ. ഏതായാലും പൊതുജനങ്ങൾക്ക് ബാധിക്കാത്തത് ഇവനിക്കാ ബാധിക്കുന്ന ഇപ്പം പറഞ്ഞത് തിരിഞ്ഞില്ലേ? ഫൻദുർ ഹൽ അഹമ്മു ഉമൂരിക അൻ തതഅല്ലമ കൈഫിയത്തൽ ഹദരി മിൻ ഹാദിഹിൽ മുഹലിക്കാത്ത്. മൂപ്പർ ചോദിക്കുന്നത്, ഈ തരത്തിലുള്ള മുഹലിക്കാത്തിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള മാർഗം പഠിക്കലാണ് നിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ, വതസ്തഗില ബിഇസ്ലാഹി ഖൽബിക, നിൻ്റെ കൽബിനെ നന്നാക്കലുകൊണ്ട് സൂലാബാനും, വ ഇമാറത്തി ആഖിറത്തിക, നിൻ്റെ ആഖിറ നന്നായിട്ട് ചമയിക്കാനുമാണ് ഉദ്ദേശം. അല്ല അമിൽ അഹമ്മ അൻ തഖൂല മഅൽ ഖായിലീൻ, ഇത്തരക്കാരുണ്ടല്ലോ ഈ കുഴപ്പത്തിനും കൊണ്ടാൻ വണ്ടിക്കും മറ്റൊരാളെ ഗീബത്ത് പറയാനും നമീത്തി പറയാനും അതിനോട് യോഗം വിളിക്കാനും അതിനോട് വാട്സപ്പ് അയക്കാനുള്ള കൂട്ടത്തിലാണ് നീ കൂടുന്നത്. അത് നീ തീരുമാനിക്കുക എന്തിന് ഞാൻ കൂടണമെന്ന്. വാ തത്തുലുബ മിനൽ ഇൽമി മാഹുവ സബബ് സിയാദത്തിൽ കിബിരി, കിബിർ വർദ്ധിക്കാനുള്ള കാരണമാകുന്ന ഇൽമാണോ എനിക്ക് തേടുന്നത്? അല്ല വജിയ വർദ്ധിക്കാനാണോ? വൽ ഹസദ് വർദ്ധിക്കാനോ? ഹത്ത ഹത്താലിക്ക മഹൽ ഹാലിക്കീൻ, ഹാലിക്കീങ്ങളൊപ്പം കൂടാൻ അത് നീ തീരുമാനിച്ചോളാം. വഅലം അന്ന ഹാദിഹിൽ ഖിസാല സലാസ, ഈ 3 കാര്യം മിൻ ഉമ്മഹാത്തി ഖബായിസിൽ ഖൽബി, കൽബിൻ്റെ മാലിന്യങ്ങളിൽ ഉമ്മയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വലഹ മഗ്രിസും വാഹിദുൻ, അത് മുളക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, ഒരു കേന്ദ്രം. ഏതാണ്? ഹബ്ബുദ്ദുന്യ. ഹബ്ബുദ്ദുന്യ എന്ന ആ മണ്ണിലാണ് എന്താക്കുക ഇതെല്ലാം മുളക്കൽ. അപ്പം ഇത് നട്ടാൽ മുളക്കാത്ത കൽബാണ്, ഹബ്ബുദ്ദുന്യ ഇവാണ്. വലിദാലിക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബുദ്ദുന്യ റഅസു കുല്ലി ഖതീഅ, ദുന്യാവിനോടുള്ള ഹബ്ബ് എന്നതാണ് എല്ലാ കുറ്റത്തിൻ്റെയും ഹെഡ് പീസും തങ്ങൾ പറഞ്ഞത് ഇവിടെ ഒത്തില്ലേ അല്ലേ? ഏതോടൊപ്പം മഅഹദ ഫദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്ക് വേണ്ടുന്ന കൃഷിയിടമാണ് ദുന്യാവ്. ഇപ്പം എന്തായി മാറി? അല്ല ഈ 3 നോക്കുന്ന സാധനമായി. ഫമൻ അഖദ മിനദ്ദുന്യ ബിഖദരി ദറൂറത്തിൽ യസ്തഈന ബിഹി അലൽ ആഖിറ, ആഖിറത്തിന് സഹായകരമാകുന്ന കാര്യം ദുന്യാവിൽ ദറൂറത്തിൻ്റെ ഖദർ മാത്രം ഒരാൾ സ്വീകരിച്ച്, നഫദ്ദുന്യ മസ്റഅത്തുഹു, ദുന്യാവ് എന്തായി? അവൻ്റെ മസ്റഅത്തായി, കൃഷിയിടം. ഒമൻ അറാദ ദുന്യ ലിയതനഅമ ബിഹ, ദുന്യാവ് കൊണ്ട് സുഖിക്കലും ഹൊസിയെടുക്കലുമാണ് ഉദ്ദേശമെങ്കിൽ ഫദ്ദുന്യ മഹ്ലഖത്തുഹു, ദുന്യാവ് എന്തായി? അവൻ്റെ ഹലാക്കിൻ്റെ കനുറുമായി. അപ്പോൾ നിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താകും? ദുന്യാവ് ഹലാക്കുമാകാം മസ്റഅത്തുമാകാം. ഇനി പറയുന്ന ഫഹാദിഹി നുബദത്തുൻ യസീറത്തും മിൻ ലാഹിരി ഇൽമി തഖ്വ, തഖ്വാൻ്റെ ഇൽമിൻ്റെ ലാഹിറിൽ നിന്നുള്ള ചെറുതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വഹിയ ബിദായത്തുൽ ഹിദായ, അതാണ് ഹിദായത്തിൻ്റെ തുടക്കം. ഫൈൻ ജറബത ഫിഹ നഫ്സക, നിൻ്റെ നഫ്സിനെ നീ പരിശോധിക്ക്. എന്നിട്ടോ
ഫതാവഅത്ക അലൈഹ അതിൻ്റെ മേലെന്താക്കുക നഫ്സ് ഭയപ്പെട്ടാൽ എന്താക്കണം ഫഅലൈക ബി കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീൻ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ് നീ മുറുകെ പിടിച്ചോ ലി തഅരിഫ കൈഫിയത്തുൽ വുസൂൽ ഇലാ ബാത്തിനി തഖ്വ തഖ്വാൻ്റെ ബാത്തിനുണ്ടല്ലോ അതിലേക്ക് എത്താനുള്ള മാർഗം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ ലാഹിർ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നീ പറഞ്ഞു 3 ഇനി 10 പേരോളം ബാക്കിയുണ്ട് അത്ര ഇല്ല കഴിഞ്ഞ് 29 30 കഴിഞ്ഞ് കൽബിൻ്റെ ഉള്ളിനെ തഖ്വ കൊണ്ട് നീ എന്താക്ക് നല്ലോണം ചമയിച്ചാൽ നിൻ്റെ ഇടയിലും റബ്ബിൻ്റെ ഇടയിലുമുള്ള ഹിജാബെല്ലാം എന്തായി ഉയർന്നു പോയി. വതൻകശിഫു ലക്കൽ അൻവാറുൽ മാരിഫത്തിൻ്റെ അൻവാർ നിനക്ക് പ്രകാശിക്കും. വതതഫജ്ജറു മിൻ ഖൽബിക ജനാബിഉൽ ഹിക്മ എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് ഹിക്മത്തിൻ്റെ നീരുറവകൾ എന്താകും പൊട്ടിയൊലിക്കും. വതത്തളിഹു ലക അസ്റാറുൽ മുൽക്കി വൽ മലകൂത്ത് മുൽക്ക് ഏതാണ് ഈ ബാഹ്യ ലോകം, മലക്കൂത്ത് ഏതാണ് അലമുൽ ഗൈബ്, അതിൻ്റെ അസ്റാറെല്ലാം എനിക്ക് വെളിപ്പെടും. വയതയസ്സറു ലക മിനൽ ഉലൂമി ഉലൂമിൽ നിന്ന് എനിക്ക് എളുപ്പമാകും. മാ തസ്തഹഖിറു ബിഹി ഹാദിഹിൽ ഉലൂമൽ മുഹദ്ദസത്തല്ലത്തി ലം യകുൻ ലഹാ ദിക്റുൻ ഫീ സമനി സ്വഹാബത്തി വത്താബിഈന റളിയല്ലാഹു അൻഹു സഹാബത്തിൻ്റെയോ താബിഈങ്ങളോ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത പുതിയ ഓരോ ഇൽമുകളുണ്ട്. ആ ഇൽമെല്ലാം നിസാരമായി കാണും ഈ കൽബിൽ നിന്ന് ഇൽമിങ്ങിട്ട് വന്നാൽ. ഇതൊന്നൊരു ഇൽമല്ല. ഇന്ന് ലോകത്തെന്തെല്ലാം ഇൽമിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടല്ലേ ലോകം ചമഞ്ഞ് നടക്കുന്നു. ഇതൊന്നും സഹാബത്തിൻ്റെ കാലത്തില്ല. സഹാബത്തിൻ്റെ കാലത്ത് ഇവർ കൽബിലുള്ള ഇൽമാടുണ്ട്. ഇന്ന് അതില്ലാതെ കണ്ട് വൈൻകുന്ത തത്ലുബുൽ മഅരിഫത മിനൽ ഖീലി വൽ ഖാലി ഇനി കീലും കാലും പറഞ്ഞിട്ട് ഫുലാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫുലാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ കീലും കാലും കൊണ്ട് അഴിമെന്ന് വിചാരിക്കുന്നു. വൽ മിറായി വൽ ജിദാൽ മിറായി പറഞ്ഞില്ലേ, വേറൊരാൾ പറഞ്ഞതിനെ ഖണ്ഡിക്കൽ, അതിനെ തർക്കമുണ്ടാക്കൽ, അതിൽ കൂടിയാണ് മാരിഫത്തിന് നീ തേടുന്നതെങ്കിൽ ഫമാ അത മുസീബത്തക്ക നിൻ്റെ മുസീബത്തിൻ്റെ വലിപ്പം എത്ര, വമാ അത്മല താബക്ക നിൻ്റെ കഠിനാധ്വാനം എത്ര നീണ്ടുപോയി, വമാ അലമ ഹിർമാനക്ക വഹുസ്റാനക് നിൻ്റെ ഹിർമാനും ഹുസ്റാനും പറഞ്ഞടിക്കാൻ കഴിയാത്ത വലിപ്പത്തിലാണ്. ഈ പറഞ്ഞ കോലും കീലിയും പറഞ്ഞിട്ട് മസാല ഉണ്ടത്തില്ല. ഫഅമൽ മാശീത്ത ഇനി നീ ഉദ്ദേശിച്ച് അമൽ ചെയ്തോ. ഫൈന ദുന്യല്ലത്തി തത്തുലുബുഹ ബിദ്ദീനി ലാ തസ്ലമുലക്ക ദീൻ വിറ്റ് കൊണ്ടിട്ട് ദുന്യാബ് തേടുകയാണെങ്കിൽ അത് രക്ഷപ്പെടുക കിട്ടൂല. വല്ലാഹിറത്ത് തുസ്ലമി ആഖിറമാണെങ്കിലോ നഷ്ടപ്പെടുകയും ചെയ്ത്. ഫമൻ തലബദ്ദുന്യ ബിദ്ദീനി അല്ലേ ദീൻ ഒഴിവാക്കിക്കൊണ്ട് ദുന്യാബിനെ തേടിയ ഖസ്റഹുമാ ജമീഅൻ രണ്ടും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വമൻ തറക്കദ്ദുന്യ ലിദ്ദീനി ദീനിൻ്റെ ആവശ്യത്തിന് ദുന്യാബിനെ ഉപേക്ഷിച്ചാലോ റബിഹഹുമാ ജമീഅൻ രണ്ടിൻ്റെ ലാഭം കിട്ടും. ഫഹാദിഹി ജുമലുൽ ഹിദായത്ത് ഇലാ ബിദായത്തി തരീഖ് കണ്ടാ തരീഖിൻ്റെ തുടക്കത്തിലേക്കുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഫി മുആമലതിക മഅല്ലാഹി അസ്സ വജല്ല അള്ളാഹുവിൻ്റെ മായിട്ടുള്ള ഇടപാടുണ്ടല്ലോ മുആമല. എന്തുകൊണ്ട് ബി അദായി അവാമിരിഹി വജ്തിനാബി നവാഹിഹി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പ്രവർത്തിക്കലിലൂടെയും വിരോധിച്ച കാര്യങ്ങൾ വർജിക്കലിലൂടെയും റബ്ബിനോടുള്ള മുആമലത്തിലേക്കുള്ള തുടക്കമാണ്. വനുസീറുൽ ആന അലൈക മിജ്മലി മിനൽ ആദാബ് ആദാബിൽപ്പെട്ട കുറച്ച് കാര്യം ഞാൻ എനിക്ക് കുറച്ച് സൂചിപ്പിച്ച് പറയാം. മിനലി തുആഖിദ ബിഹാ നഫ്സക നിൻ്റെ നഫ്സിനെ നീ പിടികൂടാൻ വേണ്ടി. എന്തിനാ ഫി മുആമലത്തും ഖാലത്തതിക ഇബാദില്ലാഹി അസ്സ വജല്ല അള്ളാഹുവിൻ്റെ അടിമകളുമായി കൂടിക്കറി നിങ്ങൾ ജീവിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ആദാബിൻ്റെ സൂചന ഞാൻ പറഞ്ഞു. അത് അടുത്ത കിസ്മാണ്. സുഹബത്തിക്ക് ലഹം ഫി ദുന്യാബിൽ അവരുമായുള്ള സുഹബത്തിന് പാലിക്കേണ്ടുന്ന ആദാബ് എന്താക്കും ഞാൻ കുറച്ച് സൂചിപ്പിച്ച് പറയാം. അതാണ് കിസ്മു സാലിസൻ. ഇത് അൽ ഖൗലു ഫി ആദാബി സുഹബത്തി വൽ മുആശറ. നമ്മൾ നാട്ടിൽ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മളോടൊപ്പം ഉള്ള ഒന്ന് ഖാലിക്കിനോട് മറ്റേ ഖൽക്കിൻ്റെ എല്ലാ വിഭാഗത്തിനോടും എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലാക്കാം എന്നുള്ളത് അത് വേറെ പറയും. ഇങ്ങനെ കുറച്ച് ശരഹ വാക്കിയുണ്ട്. അതിപ്പം തോന്നുന്നില്ലല്ലോ. ദിവസം അള്ളാഹിൻ്റെ ദിവസം കൊണ്ട് അതെ ഷറാഹിന് തന്നെ ഒരു ദിവസം വരും.
അതായത് പരിശുദ്ധം പറയുന്നത് കാലുണ്ടയും പണമെന്നുള്ളത് അത് കുറേ ഉണ്ട്. ഇതിനാണ് വെക്കാൻ നമ്മുടെ സമയം. സ്കരിച്ചിട്ടുമില്ല, കൊടുക്കണം.